ത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ നമ്മുടെ ഓൺലൈൻ കൂട്ടായ്മയിലേക്ക്, ഫാസ്റ്റിംഗ് പ്രേയറിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ സഭയായി ഈ ദേശത്തിന്റെ പല ഇടങ്ങളിലായിട്ട് കാത്തു പരിപാലിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നന്ദി നിറഞ്ഞ ഹൃദയങ്ങളുമായി, അതോടൊപ്പം നമ്മളുടെ ആവശ്യങ്ങളുമായി, നമ്മുടെ ഭാരങ്ങളുമായിട്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അന്യോന്യം നമ്മുടെ ഭാരങ്ങളെ പങ്കുവയ്ക്കുവാനായിട്ട് ഈ ഒരു കൂട്ടായ്മയുടെ സമയം ഇടയാകട്ടെ. പാട്ടുകൾ പാടുന്നവരെയും വേദപുസ്തകം വായിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും വചനധ്യാനത്തെയും ഒക്കെ ദൈവം ധന്യമാക്കട്ടെ. അതൊക്കെ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അല്പസമയം നമുക്ക് മൗനമായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാതവേളയ്ക്കായി കർത്താവേ, ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി, ദേശമായി, സമൂഹമായി കർത്താവെ പരിപാലിച്ചതിനായി, വഴി നടത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴിയാത്രകളിൽ, ഞങ്ങളുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നല്ലോ. ഞങ്ങൾ അറിയാതെ തന്നെ കർത്താവെ നീ ഞങ്ങളെ നടത്തുന്നല്ലോ, നയിക്കുന്നല്ലോ. ആ വലിയ കൃപയ്ക്കായിട്ട് പിതാവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, കർത്താവെ ഞങ്ങളുമായി പല അർത്ഥങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ഈ നാളുകളിൽ നടത്തുന്നല്ലോ. അതിനായി സ്തോത്രം. ഒരു വിശ്വാസ സമൂഹമായി ഞങ്ങളെ ഈ ദേശത്ത് അവിടുന്ന് പരിപാലിച്ചിരിക്കുന്ന, പുലർത്തുന്ന വിധങ്ങൾക്കായിട്ട് സ്തുതിക്കുന്ന കർത്താവ്. പ്രത്യേകമായി ലോകമാകമാനം പലയിടങ്ങളിലായി കർത്താവെ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ പ്രബലമായി കൊണ്ടിരിക്കുന്ന, ശക്തമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ശക്തീകരിപ്പാൻ, നിന്നിലുള്ള ഞങ്ങളുടെ ആഴമായ വിശ്വാസത്തെ, ബന്ധത്തെ കൂടുതൽ ഉറപ്പിക്കുവാൻ, ശക്തിപ്പെടുത്തുവാൻ പിതാവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇപ്രകാരം ഒരു സമയം കണ്ടെത്തുവാനും, കർത്താവ് ഇങ്ങനെ ഒരുമിച്ച് വിശ്വാസത്തിൽ ഒന്നായിരിക്കാനും, ക്രിസ്തുവിൽ ഒന്നായിരിക്കാനും, ക്രിസ്തുവിൽ ഏകമായിരിക്കാനും ഒക്കെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നല്ലോ. കർത്താവെ, ആ വലിയ കൃപയ്ക്കായി പിതാവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രതിസന്ധികളൊക്കെ ശക്തമാകുമ്പോൾ ഞങ്ങൾ പരസ്പരം ഐക്യപ്പെട്ട്, ഒരുമപ്പെട്ട് വിശ്വാസത്തിൽ മുൻപോട്ട് നീങ്ങുവാൻ, ക്രിസ്തുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി കർത്താവെ യേശുവിനെ കണ്ടുകൊണ്ട് മുൻപോട്ട് ജീവിപ്പാൻ പിതാവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഇന്നത്തെ ഈ കൂട്ടായ്മയുടെ ആദ്യയുടെ അവസാനം തിരു സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ആത്മാവ് കർത്താവെ ഞങ്ങളുടെ ഒക്കെ ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ, ചിന്തകളിൽ കർത്താവെ പ്രവർത്തന നിരതമാകുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കർത്താവെ അത് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ഒന്നുകൂടെ കർത്താവെ വിശാലമാക്കുവാൻ, അത് കൂടുതൽ ഉറപ്പിക്കുവാൻ അവിടുന്ന് സഹായിക്കണം. ഞങ്ങളുടെ ഇന്നത്തെ കൂട്ടായ്മയുടെ ആദ്യയുടെ അവസാനം തിരുസാന്നിധ്യത്താൽ നിറയ്ക്കണം. കൂടിച്ചേരുവാനുള്ളവരെ അവിടുന്ന് ആത്മാവിനാൽ കൂട്ടിച്ചേർക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകലതും യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മ യോഗത്തിന് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട അൻപിൻ സാം ആണ്. അടുത്ത അൻപിൻ 2 പാട്ടുകൾക്ക് നേതൃത്വം നൽകും. അതിനെ തുടർന്ന് പ്രതിഭ ആൻറ്റി സങ്കീർത്തനം, 6ാമത്തെ സങ്കീർത്തനം നമുക്ക് വേണ്ടി വായിക്കും. ഇപ്പോൾ അൻപിൻ പാട്ടുകൾക്ക് നേതൃത്വം നൽകും. ബാക്കിയുള്ളവര്, പാട്ടുകൾ പാടുന്നവരും വായിക്കുന്നവരും ഒഴിച്ചുള്ളവര് മ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ മറ്റ് ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഇരിക്കുമായിരുന്നു. അൻപിനെ കേൾക്കാം. യെസ്. നമുക്കെല്ലാവർക്കും ആദ്യമായിട്ട് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്ന് പാട്ട് പാടാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്
അവൻ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ, ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ, മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ. മറതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. മറതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എൻ്റെ ആയുസിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി, എൻ്റെ ആയുസിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി. ഒരു കൈ തിരിപോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈ തിരിപോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അടുത്തായിട്ട് ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്നുള്ള പാട്ട് പാടാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു.
ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്ദ്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, ഏകനായി നിന്ദ്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, സ്വന്തം വീട്ടിൽ ചേർത്തു കൊള്ളാമെന്നുരച്ച നാഥൻ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം വീട്ടിൽ ചേർത്തു കൊള്ളാമെന്നുരച്ച നാഥൻ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്ന് പാടും ദൂതർ മധ്യയാർത്ത് പാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്ന് പാടും ദൂതർ മധ്യയാർത്ത് പാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. അൻപനെ താങ്ക് യു വെരി മച്ച്. ഈ സമയത്ത് പ്രദീപ ആൻറ്റി സങ്കീർത്തനം വായിക്കും. 6-ാം സങ്കീർത്തനം, Psalm 6. Psalm 6, Sankirtanam 6. O Lord, do not rebuke me in your anger, nor chasten me in your hot displeasure. Have mercy on me, O Lord, for I am weak. O Lord, heal me, for my bones are troubled. My soul also is greatly troubled. But you, O Lord, how long? Return, O Lord, deliver me. O save me for your mercy's sake. For in death there is no remembrance of you. In the grave, who will give you thanks? I am weary with my groaning. All night I make my bed swim. I drench my couch with my tears. My eye wastes away because of grief. It grows old because of all my enemies. Depart from me, all you workers of iniquity, for the Lord has heard the voice of my weeping. The Lord has heard my supplication. The Lord will receive my prayer. Let all my enemies be ashamed and greatly troubled. Let them turn back and be ashamed suddenly. Thanks be to God.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ ഒരു പ്രാർത്ഥന സങ്കീർത്തനമാണ് നമ്മൾ ഇപ്പോൾ വായിച്ച് കേട്ടത്. അതിൽ ദാവീദ് തൻ്റെ ജീവിത അവസ്ഥയെ ദൈവസന്നിധിയിൽ വിവരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ, താൻ തൻ്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ, മറ്റുള്ളവരിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, പരിഹാസങ്ങൾ, അക്രമങ്ങൾ, അത് തൻ്റെ ജീവിതത്തിൽ തന്നിലുണ്ടാക്കിയിരിക്കുന്ന തകർച്ചകൾ, ദാവീദ് എങ്ങനെ ഉള്ളത്തിൽ നിന്ന് ആന്തരികമായി തകർന്നിരിക്കുന്നു. അവിടെയെല്ലാം ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടണമേ, ദൈവം തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് ഈ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് ദാവീദ് പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല, വളരെ ഉറപ്പോടുകൂടെ പ്രത്യാശയോടുകൂടെ ദാവീദ് പറയുന്നു 9-ാമത്തെ വാക്യത്തിൽ, യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഗോഡ് ഹാസ് ഹേർഡ് മൈ സപ്ലിക്കേഷൻ ആൻഡ് ഗോഡ് വിൽ അക്സെപ്റ്റ് മൈ പ്രയർ. ഒന്ന് ഭൂതകാലത്തെ കുറിച്ചാണ് പറയുന്നത്, ദൈവം എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. മറ്റൊന്ന് പറയുന്നത്, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇത് രണ്ടും നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ആവശ്യമാണ്. ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ, നമ്മൾ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ദൈവം നമ്മളെ അറിയുന്നു. നമ്മൾ പറഞ്ഞിട്ടല്ല ദൈവം ഇതെല്ലാം അറിയുന്നത്. ദൈവം അറിയുന്നു നമ്മളുടെ ജീവിതത്തിലെ ഓരോ വഴിയും. പലപ്പോഴും നമ്മൾ സംശയിക്കും, ഇതൊന്നും ദൈവം അറിയുന്നില്ല, നമ്മൾ പറഞ്ഞിട്ട് വേണം, പ്രാർത്ഥിച്ചിട്ട് വേണം ദൈവം അറിയാൻ. അങ്ങനെയൊന്നുമില്ല. പക്ഷെ എങ്കിലും ചിലതൊക്കെ ദൈവം അറിയുന്നതിലുപരിയായി നമ്മൾ അറിയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ജീവിത വഴികളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ച് നമ്മൾ തന്നെ തിരിച്ചറിയണം. എന്താണ് നമുക്ക് സംഭവിക്കുന്നത്, എന്താണ് നമ്മുടെ ജീവിതത്തിലൂടെ നടക്കുന്നത്, നാം എങ്ങനെയാണ്, നമ്മുടെ ജീവിതം എന്താണ് എന്ന് തീർച്ചയായിട്ടും അറിയണം. അത് ദാവീദ് തൻ്റെ പ്രാർത്ഥനയിൽ, തൻ്റെ സങ്കീർത്തനത്തിൽ ഇവിടെ നമുക്കൊക്കെ ആയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ ഈ വലിയ ബോധ്യങ്ങൾ നമുക്കുണ്ടാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും, ഇൻ അവർ പ്രയർ വി ഇൻവൈറ്റ് ഗോഡ് ഇൻ അവർ ലൈഫ്സ്, വി ഇൻവോക്ക് ദ ഇന്റർവെൻഷൻസ് ഓഫ് ഗോഡ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മൾ അനുവദിക്കുന്നു. അതിൻ്റെ അർത്ഥം, വി അലോൺ കനോട്ട് സോൾവ് അവർ പ്രോബ്ലംസ്. നമുക്ക് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. വി നീഡ് ദ പവർ ഫ്രം അബവ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. ഈ നാളുകളിൽ അത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കാം. ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു, ദൈവം നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്നു, ദൈവം നമ്മെ അറിഞ്ഞിരിക്കുന്നു. ദൈവം നമ്മുടെ ഉള്ള അവസ്ഥകളോടുകൂടെ, നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളോടുകൂടെ ദൈവം നമ്മെ നന്നായി അറിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ നാം അറിയുന്നതിനേക്കാൾ അധികമായി, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മെ അറിയുന്നതിനേക്കാൾ അധികമായി ദൈവം നമ്മെ അറിയുന്നു. ആ ഒരു വലിയ തിരിച്ചറിവോടുകൂടെ നമുക്ക് ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. ഒരു നിമിഷം നമ്മളുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം, നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കാം. ദൈവം നമ്മെ നടത്തിയ വഴികളെ നമുക്ക് ഒന്ന് ഓർക്കാം. ദൈവം നമ്മളെ പരിപാലിച്ച മുഖാന്തരങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരുന്നില്ല. നമ്മൾ കടന്നു വന്ന വഴികളിൽ ഉയർച്ചകൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. കാടുകളും മേടുകളും മുള്ളുകളും ഒക്കെ നിറഞ്ഞ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിത പടകിലെ തിരമാലകൾ പല സമയങ്ങളിൽ ആഞ്ഞടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിത പടക് മുങ്ങിപ്പോകാതെ ദൈവം
നമ്മെ മുൻപോട്ട് നയിച്ചു. ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മനഃപൂർവ്വമായി ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ദൈവമേ, എന്നെ നടത്തിയതിനായി, എന്നെ പരിപാലിച്ചതിനായി, എൻ്റെ ജീവിത വഴികളിൽ ഇതുവരെ എന്നോട് കൂടെ ഇരുന്നതിനായി, എന്നോടൊപ്പം സഞ്ചരിക്കാൻ, എന്നെ മുൻപോട്ട് നയിക്കാൻ, എനിക്ക് നല്ല കുടുംബങ്ങൾ തന്നതിനായി, കുഞ്ഞുങ്ങളെ തന്നതിനായി, പ്രിയപ്പെട്ടവരെ തന്നതിനായി, മാതാപിതാക്കളെ തന്നതിനായി നിനക്ക് സ്തോത്രം. ദൈവമേ, നിനക്ക് നന്ദി. വാസ്തവമായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഫലമേൽപ്പിച്ച് മനഃപൂർവ്വമായി ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകളെ നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, എണ്ണിത്തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കില്ല, അതിനെ വിവരിക്കാനായിട്ട് സാധിക്കില്ല. ആ എല്ലാ നന്മകൾക്കായിട്ടും ദൈവത്തിന് നമുക്ക് മനഃപൂർവ്വമായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നീ എനിക്ക് തന്ന നന്മകൾക്കനുസൃതമായി ജീവിപ്പാൻ, നിന്റെ മകൻ എന്നുള്ള നിലയിൽ, നിന്റെ മകൾ എന്നുള്ള നിലയിൽ, നിന്റെ മക്കളായി ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നീ അനുഗ്രഹിച്ച ഒരു സമൂഹമായി ജീവിപ്പാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. എൻ്റെ വാക്കിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ പ്രവൃത്തിയിലൊക്കെ എൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ആ വീഴ്ചകളൊക്കെ നീ എന്നോട് ക്ഷമിക്കണമേ. ദൈവം എന്നോട് പൊറുക്കണമേ. അങ്ങ് കരുണയുള്ള ദൈവമാണ്, സ്നേഹമുള്ള ദൈവമാണ്, ദീർഘക്ഷമയുള്ളവനാണ്. അതുകൊണ്ട് ഈ പകൽക്കാലം കർത്താവേ, എൻ്റെ ജീവിതത്തിലെ പോരായ്മകളെ ഒക്കെ ക്ഷമിക്കണമേ. ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ തിരുത്തേണ്ടതെന്ന്, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിടേണ്ടത് എന്താണെന്ന്, ദൈവത്തിന്റെ അനുഗ്രഹത്തിനും നന്മയ്ക്കും തടസ്സമായി നിൽക്കുന്ന എൻ്റെ ജീവിതത്തിലെ സ്വഭാവത്തിലെ തടസ്സങ്ങൾ എന്താണെന്ന് എന്നെ ഒന്ന് കാണിച്ചു തരണമേ. അതിനെ തിരുത്തുവാൻ, അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ, അതിനെ ഉപേക്ഷിക്കുവാൻ ഈ പകൽക്കാലം എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് വാസ്തവമായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെല്ലാം നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അത് ഒരുപക്ഷെ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലുള്ള നമ്മുടെ പരാജയമായിരിക്കാം. മറ്റുള്ളതിനേക്കാളൊക്കെ ഉപരിയായി നമ്മൾ നമ്മെ തന്നെ സ്നേഹിച്ചു പോകുന്നതാവാം. മറ്റുള്ളവരുടെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നമുക്ക് കാണാൻ കഴിയാത്തതാവാം. ഒരുപക്ഷെ നമ്മുടെ വാക്കുകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാകാം. നമ്മുടെ ക്ഷോഭം, നമ്മുടെ ക്രോധം, നമ്മുടെ വെറുപ്പ്, നമ്മുടെ വിദ്വേഷം, ഇതൊക്കെ ആവാം. അറിഞ്ഞോ അറിയാതെയോ അതൊക്കെ പലപ്പോഴും നമ്മളെ ഉള്ളിൽ നിന്ന് നമ്മളെ തകർക്കുന്നുണ്ട്. നമ്മളെ ആന്തരികമായി നമ്മളെ അത് നശിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിനെ അത് വല്ലാതെ കലക്കി മറിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളെ, ആലോചനകളെ, ബന്ധങ്ങളെ ഒക്കെ അത് തകർക്കുന്നുണ്ട് ഈ പകൽക്കാലം. കർത്താവെ, അതൊക്കെ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം ഈ പകൽക്കാലം അങ്ങ് മാറ്റണമേ. അതിനെ പൂർണ്ണമായിട്ട് വിട്ട് നല്ല മനുഷ്യരായി, നല്ല വിശ്വാസികളായി ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് വാസ്തവമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുകളെ ഒക്കെ നമുക്ക് ഈ സമയം ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കുടുംബങ്ങളെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. കഴിഞ്ഞ 75 വർഷത്തിലധികമായി സഭയായി ദൈവം നമ്മെ നടത്തുന്നു, പരിപാലിക്കുന്നു. ആ വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ സൗകര്യങ്ങൾക്കായിട്ടും എല്ലാ സാഹചര്യങ്ങൾക്കായിട്ടും സ്തുതിക്കാം. നമ്മുടെ ദേവാലയത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. പ്രായത്തിന്റെ ക്ഷീണാവസ്ഥയിൽ, ബലഹീനതയിലായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. പലർക്കും ശാരീരികമായിട്ട് സുഖമില്ല, പ്രായത്തിന്റെ ക്ഷീണങ്ങളുണ്ട്, കാലാവസ്ഥയുടെ മാറ്റങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മുടെ പ്രായമായ അങ്കിളുമാരെയും ആന്റിമാരെയും അമ്മച്ചിമാരെയും എല്ലാം നമുക്ക് ഓർക്കാം. ഭവനത്തിന്റെ ഉള്ളിൽ ആയി പുറത്തേക്ക് പോകുവാൻ, ആരാധനയ്ക്ക് കടന്നു വരുവാൻ കഴിയാതെ, മറ്റുള്ളവരുടെ സഹായമില്ലാതെ പുറത്തേക്ക് പോകുവാൻ കഴിയാതെ ഭവനത്തിലായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്ട്രോക്ക് ഒക്കെ വന്ന് മറ്റുള്ളവരുടെ സഹായത്താൽ ഒക്കെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ട പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട് നമ്മുടെ സഭയിൽ, നമ്മുടെ അറിവിൽ. അവരെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട ആരോഗ്യവും ബലവും ഒക്കെ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരുടെ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യുവാൻ, അവരുടെ കാര്യങ്ങളൊക്കെ സ്വയം ക്രമീകരിക്കാനുള്ള ആരോഗ്യവും ബലവും ഒക്കെ കർത്താവ് നൽകണമേ, അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രത്യേകമായിട്ടൊക്കെ പ്രാർത്ഥിക്കാം. ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ട് ബുദ്ധിമുട്ടായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാലൊക്കെ മെഡിക്കൽ പ്രൊസീജിയേഴ്സിലൊക്കെ ആയിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുമുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് അവർക്ക് സൗഖ്യവും ആശ്വാസവും ബലവും വിടുതലും ഒക്കെ നൽകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. വിശേഷിച്ച്
നമ്മുടെ ക്യാൻസർ രോഗത്തിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ട്രീറ്റ്മെന്റിലായിരിക്കുന്നവർ, അതിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അവരെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റിൽ ആയിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. അവർക്ക് ദൈവം അവരുടെ ആ ട്രീറ്റ്മെന്റിലൂടെ പൂർണ്ണമായ സൗഖ്യം, ആശ്വാസമൊക്കെ നൽകണം. നമുക്കറിയാം ഈ രോഗം തന്നെ ഒരു പ്രയാസമാണ്, അതിന്റെ ട്രീറ്റ്മെന്റ് അതിനേക്കാൾ പ്രയാസമാണ്. അതിനെ സർവൈവ് ചെയ്ത് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ സർവൈവൽ ടൈമും കൂടുതൽ ആരോഗ്യത്തോടെ ഉത്സാഹത്തോടു കൂടി അവരൊക്കെ ബലം പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പലവിധമായ മറ്റ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ട സൗഖ്യവും സമാധാനവും ആശ്വാസവും ബലവും ഈ നാളുകളിൽ നൽകണമേ. കർത്താവിന്റെ കൃപ അവരോടൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ തന്നെ ബോർഡ് എക്സാംസിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. +2 ഒക്കെ കഴിഞ്ഞ് പുതിയ കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്കൊക്കെ ദൈവം വേണ്ട നന്മകളും അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഡിഗ്രി പഠനം കഴിഞ്ഞ് PG പഠനം നടത്തുന്നവർ, പഠനത്തിനായിട്ട് വിദേശത്തൊക്കെ പോയിട്ടുള്ളവർ, അതുപോലെ തന്നെ പഠനം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവര്, ജോലിയിലായിരിക്കുന്നവരെ എല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പഠനവുമായി ബന്ധപ്പെട്ടും ജോലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിദേശങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. വിദേശത്തേക്കൊക്കെ പോകുവാനായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ഒക്കെ ദൈവത്തിന്റെ വലിയ കൃപ കൂടെ ഇരിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അവർക്കൊക്കെ നല്ല ഉപജീവന മാർഗങ്ങളൊക്കെ നൽകണമേ. പ്രത്യേകിച്ച് ജോലിയിലായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവരുടെ ജോലിയിടങ്ങളിൽ കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. വലിയ സാമ്പത്തികമായ പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ ജീവിക്കുമ്പോഴും കർത്താവ് കുഞ്ഞുങ്ങളെ അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അവർക്ക് ദൈവം നൽകുന്ന സമ്പത്തും നന്മകളും ഒക്കെ നന്നായി വിനിയോഗിക്കാനായിട്ട്, അവരുടെ കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുവാനായിട്ടല്ല, മറ്റുള്ളവർക്ക് ആവശ്യത്തിലിരിക്കുന്നവർക്ക് ദൈവം അവർക്ക് നൽകുന്ന നന്മകളൊക്കെ പകുത്തു കൊടുക്കാനുള്ള കർത്താവിന്റെ കൃപ മിഷണറി പ്രവർത്തനങ്ങൾക്കും സഭയുടെ ആവശ്യങ്ങൾക്കും, ആവശ്യത്തിലും ഭാരത്തിലും രോഗത്തിലും ദുഃഖത്തിലും ഒക്കെ ആയിരിക്കുന്നവർക്കും, പഠിക്കാൻ സൗകര്യമില്ലാത്തവർക്കും ഒക്കെ അവരുടെ ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന നന്മകളൊക്കെ അതിൽ നിന്നൊക്കെ ഒരു അംശം കൊടുത്ത് അവരെ അനുഗ്രഹിക്കാനായിട്ട് കർത്താവ് അവർക്ക് നല്ല മനസ്സ് കൊടുക്കേണ്ടതായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിദേശങ്ങളിലായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. കുടുംബങ്ങളായിട്ടും വ്യക്തികളായിട്ടും ഒക്കെ നമ്മുടെ മക്കള്, പ്രിയപ്പെട്ടവര്, സഹോദരങ്ങളൊക്കെ ഉണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, അവരുടെ ആവശ്യങ്ങളിലെല്ലാം കൂടെ ഇരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് ഭരമേൽപ്പിക്കാം. പ്രത്യേകിച്ച് ജീവിതത്തിൽ പങ്കാളികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരുണ്ട്. എന്നാൽ ആ ദൈവം വാസ്തവമായിട്ട് അവർ ഒരുങ്ങി കർത്താവ് ആ വിവാഹ ജീവിതത്തിലൊക്കെ പ്രവേശിപ്പാനും തക്കതായ ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനും കർത്താവ് ഒരുക്കി കൊടുക്കുവാനും ഒക്കെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ നമുക്ക് ഓർക്കാം. കുടുംബ ജീവിതം ഒരു ത്യാഗത്തിന്റെ വഴിയാണ്. പരസ്പരം അറിഞ്ഞും സ്നേഹിച്ചും കരുതിയും ക്ഷമിച്ചും തോറ്റും ഒക്കെ മുൻപോട്ട് പോകാൻ അവരെ സഹായിക്കണമേ എന്ന പ്രത്യേക വാശിയും വൈരാഗ്യവും ഒക്കെ മാറ്റിവെച്ച് പരസ്പരം സഹിച്ചും ക്ഷമിച്ചും, ഒരാൾ മറ്റുള്ള ഒരാളെക്കാൾ ശ്രേഷ്ഠനാണെന്നും ചിന്തിക്കാതെ നമ്മളെല്ലാം പരസ്പരം സ്നേഹിച്ചും കരുതിയും മുമ്പോട്ട് പോകേണ്ടവരാണ്. നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് ചിന്തിച്ച് കുടുംബ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരുണ്ട് പലരും. അവരെ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. അവർ തകർന്നു പോകാതെ, അവർ നിരാശപ്പെട്ടു പോകാതെ, അവർ ധൈര്യത്തോടുകൂടെ മുൻപോട്ട് പോകുവാനും തുടർന്നുള്ള ജീവിതത്തിൽ മുൻപോട്ടുള്ള യാത്രയിൽ പഴയ കാലത്തിന്റെ വേദനയിലും തകർച്ചയിലും ദുഃഖങ്ങളിലും ഒന്നും അവർ പിന്നോട്ട് പോകാതെ മുൻപോട്ട് സന്തോഷത്തോടുകൂടെ നീങ്ങുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ അവർക്കൊക്കെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങൾ ഒരുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുകളെ നമ്മുടെ ആവശ്യത്തിലും ഭാരത്തിലും, അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് തലമുറകൾ ലഭിക്കാതെ, കുഞ്ഞുങ്ങൾ ലഭിക്കാതെ സങ്കടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന നമ്മുടെ പല കുടുംബങ്ങളുമുണ്ട്. അവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടും ലഭിക്കാതെ പോകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദൈവമാണ് നമുക്ക് കുഞ്ഞുങ്ങളെ നൽകുന്നത്, തലമുറകളെ നൽകുന്നത്. അവർക്ക് ദൈവം തക്ക സമയത്ത് കുഞ്ഞുങ്ങളെ നൽകി, തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ക്യാരിയിങ് ആയിട്ടുള്ള നമ്മുടെ ആളുകളുണ്ട് പലരും. ദൈവം അവരെ കുടുംബത്തെ ഓർക്കാം. പ്രത്യേകിച്ച് അങ്ങനെയുള്ളവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു കുഞ്ഞിന് വേണ്ടി അവർ ഒരുങ്ങുന്നു, ദൈവം അവർക്കൊരു കുഞ്ഞിനെ നൽകുന്നു. അതിനെയൊക്കെ പ്രാർത്ഥനയോടുകൂടെ സ്വീകരിപ്പാൻ, അതിനുവേണ്ടിയൊക്കെ സ്വയം കുടുംബമായിട്ട് ഒരുങ്ങുവാൻ കർത്താവ് സഹായിക്കണം. അവർക്ക് വേണ്ട ആരോഗ്യവും ബലവും ഒക്കെ കർത്താവ് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഭാരതത്തിന്റെ പലയിടങ്ങളിലും നാട്ടിലുമൊക്കെ ആയിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുകളെ നമുക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അറിവിലുള്ള പലരും പലതരത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളാലൊക്കെ ചികിത്സയിലായിരിക്കുന്നവരുണ്ട്. ഈ നാളുകളിലൊക്കെ ഒരുപാട് ആക്സിഡന്റുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. കാലിന്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഡിസ്ലൊക്കേഷൻസ്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ സഭയിൽ പലർക്കും ഉണ്ട്. പനിയുടെ പ്രയാസത്തിൽ ഒരുപാട് പേര് ഭാരപ്പെടുന്നുണ്ട്. വൈറൽ ഇൻഫ്ലുവൻസ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലർക്കും ശാരീരികമായിട്ട് സുഖമില്ല. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിൽ ഒരുപാട് അൺസർട്ടനിറ്റി ഉള്ള പലരും ഉണ്ട്. അവരെ നമുക്ക് പ്രത്യേകം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് അവരെയൊക്കെ അനുഗ്രഹിക്കണമേ, അവരെയൊക്കെ ബലപ്പെടുത്തണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ എല്ലാ ശുശ്രൂഷകളെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. വിശേഷിച്ച് ഈ സമയത്ത് നമ്മുടെ വിമൻസ് ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങളെ ഓർക്കാം. വിമൻസ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഈ ഞായറാഴ്ച ഒരു സെയിലൊക്കെ ക്രമീകരിക്കുന്നു. അതിനുവേണ്ടി അവർ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. അതൊക്കെ അനുഗ്രഹമായി തീരുവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം നമ്മൾ പണം സമ്പാദിച്ചു എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സ്നേഹത്തിൽ, കൂട്ടായ്മയിൽ എത്രത്തോളം ശക്തിപ്പെട്ടു, നമ്മൾ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ബലപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കി ആ കാര്യങ്ങളൊക്കെ ക്രമീകരിപ്പാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കരോൾ സർവീസിന് വേണ്ടിയിട്ടൊക്കെ അവർ ഒരുങ്ങുന്നു. അതുപോലെ തന്നെ സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ പഠിപ്പിക്കുന്ന നമ്മുടെ അധ്യാപകർ, അവരൊക്കെ വളരെ സമർപ്പണത്തോടുകൂടി ആ ശുശ്രൂഷ നിർവഹിപ്പാൻ, പ്രത്യേകിച്ച് VBS വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുന്നു. അതൊക്കെ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വചനം പഠിച്ച് മനസ്സിലാക്കി നന്നായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സഭയോട് ചേർന്ന് വളരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരും സഭയോട് ചേർന്ന് വളരുവാൻ, സഭയുടെ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുവാൻ, കൂടുതൽ യുവാക്കളിലേക്കൊക്കെ പങ്കെടുത്ത് അവരുമായിട്ടൊക്കെ കൂട്ടുചേർന്ന് നന്നായിട്ട് മുമ്പോട്ട് പോകാനും സഹായിക്കേണ്ടതിനായിട്ട് യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ സംയുക്തമായിട്ട് ഓഗസ്റ്റ് 15-ാം തീയതി ഒരു റിട്രീറ്റിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നു. അതിലൊക്കെ ദൈവത്തിന്റെ കൃപ ഉണ്ടാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ഒരു പരിപാടി ചെയ്തു എന്നുള്ളതല്ല, മറിച്ച് ഇതിലൊക്കെ കൂടെ അവരുടെയൊക്കെ ദൈവവുമായിട്ടൊക്കെ അടുത്ത് പരസ്പരം അടുത്ത് ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങൾ, ഏരിയ പ്രയറുകൾ, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളെ ഒക്കെ നമുക്ക് ഓർക്കാം. ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ മുൻപോട്ട് നയിപ്പാൻ, ഏകോപിപ്പിച്ചു കൊണ്ടുപോകുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മളെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നയിച്ച നമ്മുടെ എല്ലാ പൂർവ്വ പട്ടക്കാരെയും കുടുംബങ്ങളായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വലിയ പ്രതികൂലങ്ങളുടെ ഒക്കെ മധ്യത്തിലൊക്കെ ബസ് കയറിയും ഒക്കെ സൈക്കിളിലും ഒക്കെ സഞ്ചരിച്ച് നമ്മളെ സഭയെ നയിച്ചു ചേർത്തവരുണ്ട്. അവരെ പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്ക് വയനാടിന്റെ പ്രദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇനി എങ്ങനെ അതൊരു മനുഷ്യവാസയോഗ്യമായിട്ടുള്ള സ്ഥലമായി തീരും എന്നൊന്നും നമുക്കറിയത്തില്ല. എന്താണ് കാത്തിരിക്കുന്നതെന്ന് നമുക്ക് അവർക്ക് ഓർത്ത് പ്രാർത്ഥിക്കാനേ കഴിയുകയുള്ളൂ. സങ്കടത്തിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. കർത്താവ് അവരെ സഹായിപ്പാൻ, അവരെ ശുശ്രൂഷിപ്പാൻ, ആ ദേശത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിലൊക്കെ സഭയായിട്ട് പങ്കെടുക്കാൻ കർത്താവ് സഹായിക്കേണ്ടത്. നമ്മൾ ഈ ഞായറാഴ്ച വരെ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സമയം സഭയായിട്ട് ചെയ്യുന്നുണ്ട്. മനസ്സോടുകൂടെ ചെയ്യുവാൻ, മനുഷ്യത്വത്തിന്റെ പേരിലൊക്കെ ചെയ്യാൻ. ആർക്ക് വേണ്ടി ചെയ്യുന്നു, അവരുടെ മതം എന്താണ്, അവരുടെ വിശ്വാസം എന്താണ് എന്നൊന്നും നമുക്ക് ഈ സമയത്ത് ചോദിക്കാം. മനുഷ്യരാണ് എന്നുള്ള ചിന്തയിൽ ആ ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രവർത്തിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യുദ്ധം താലൊക്കെ ഭാരപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നിരപരാധികളായിട്ടുള്ള കുഞ്ഞുങ്ങള്, സ്ത്രീകള് ഒക്കെ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്, ലക്ഷക്കണക്കിന് പേർ. നമുക്ക് ഉക്രൈന്, റഷ്യ കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ പലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ്, ഇവിടെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇവിടെയൊക്കെ നമുക്ക് നഷ്ടമാകുന്നത് നമ്മളെ പോലെ ജീവിക്കാൻ അവകാശമുള്ള മനുഷ്യരൊക്കെ പരസ്പരം കൊല്ലുകയാണ്, ഭൂമിക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ. ഇതിന്റെയൊക്കെ അർത്ഥങ്ങളെയൊക്കെ ആഴത്തിൽ മനസ്സിലാക്കാൻ കർത്താവ് നമ്മളെയൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പാശ്ചാത്യ ലോകത്ത് പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് UK ഒക്കെ വലിയ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒക്കെ പലരും അവിടെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. മൈഗ്രൻസിനെതിരെ ഒക്കെ വലിയ റൈറ്റ് വിങ് ആളുകൾ ഒരുപാട് സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായിത്തീരും നമ്മുടെ ലോകം, ഏതൊക്കെ നിലയിലേക്ക് എത്തിച്ചേരും എന്നൊക്കെ നമുക്കറിയത്തില്ല. നമ്മളൊക്കെ ഒരു സ്ഥലത്ത് ജനിച്ച് ഇവിടെ വന്ന് പാർക്കുന്നവരാ. നമ്മളൊക്കെ പ്രതിസന്ധികൾ നമുക്കറിയാം. നമ്മൾ ഇവിടെയൊക്കെ ഇത്ര കാലം പാർത്തിട്ട് നമ്മളെ ഇവിടുത്തുകാരായിട്ട് അംഗീകരിക്കാൻ കഴിയാതെ നമ്മളൊക്കെ ഇവിടെ വീണ്ടും
ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ദേശത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൂട്ടായ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സുഷി ആന്റി ഈ സമയത്ത് പ്രാർത്ഥിക്കും. സ്തോത്രം. അച്ഛാ കേൾക്കാമോ? ആന്റി കേൾക്കാം. യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടപ്പ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന പിതാവേ, സർവശക്തനും നിത്യനും ഞങ്ങളെ കർത്താവെ അളവില്ലാതെ സ്നേഹിക്കുന്നവനുമായ സ്വർഗ്ഗത്തിലെ അപ്പച്ച കർത്താവെ, ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കർത്താവെ കുറവുകളും ബലഹീനതകളും ഒക്കെയും ഉണ്ടെങ്കിലും കർത്താവെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഞങ്ങൾ പഠിച്ചതുപോലെ കർത്താവെ ഒരു യാഗപീഠത്തിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകൾ കൊണ്ട് കെട്ടപ്പെട്ടവരായിട്ട് ഞങ്ങൾ ഇരുന്നവരാണ് പിതാവെ. എന്നാൽ കർത്താവെ അവിടുത്തെ മഹാകരുണ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ കാൽവറി ക്രൂശിൽ യാഗമാകുവാനും അവിടുത്തെ സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ തന്ന് ഞങ്ങളെ ആ യാഗപീഠത്തിൽ നിന്ന് കർത്താവെ ദൈവമേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്ന് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ പൊന്നുപിതാവെ, എത്രമാത്രം നിന്നെ സ്തുതിച്ചാൽ മതിയാകുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലപ്പ കർത്താവെ. കഴിഞ്ഞ ജീവിതത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ചു കർത്താവെ. പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്ന് കർത്താവെ, പകർച്ചവ്യാധികളിൽ നിന്ന് കർത്താവെ, വരാമായിരുന്ന ആക്സിഡന്റുകൾ ഇങ്ങനെയൊക്കെയും ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാമായിരുന്ന എല്ലാവിധമായ പ്രതികൂലങ്ങളിൽ നിന്നും അപ്പ ഞങ്ങളുടെ ഒരു നന്മയും അല്ല പിതാവെ, അങ്ങയുടെ മഹാദയ കൊണ്ട് കർത്താവെ ഞങ്ങളോടുള്ള മഹാസ്നേഹം കൊണ്ട് നീ കാത്തു പരിപാലിച്ച കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ ഈ ആഴ്ചയും ദൈവമേ ഞങ്ങൾക്ക് സഭയായിട്ട് അപ്പ നിന്റെ പാദപീഠത്തെങ്കിൽ കൂടി വരുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ഞങ്ങൾ നിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുന്നത് പഠിക്കുന്നത് കർത്താവെ കേട്ട് കർത്താവെ മറന്നു പോകുന്നവരായിട്ട് ഞങ്ങളെ ഒരിക്കലും അവിടുന്ന് തീർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളെ കേട്ട് വിശ്വസിച്ച് കർത്താവെ അതനുസരിക്കുന്നവരായിട്ട് ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അനുസരണം യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് കർത്താവെ നിന്റെ വചനത്തിൽ നീ പറഞ്ഞിരിക്കുന്നല്ലോ കർത്താവെ. നിന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിതാവേ സങ്കീർത്തനക്കാരൻ കർത്താവെ പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നപ്പ ഞങ്ങളുടെ യാചനകളും ഞങ്ങളുടെ അപേക്ഷകളും കർത്താവെ അങ്ങേക്ക് പ്രസാദമുള്ളതായി തീരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ അപേക്ഷിക്കുന്നപ്പ ഒരു നന്മയ്ക്കും ഞങ്ങൾ യോഗ്യരല്ല പിതാവെ, എന്നാലും ഞങ്ങൾ അപേക്ഷിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കർത്താവെ നീ അവിടുന്ന് കേട്ട് ഞങ്ങൾക്ക് എത്രയും വേഗം ഉത്തരം തരുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ അച്ഛൻ കർത്താവെ ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് പറഞ്ഞ ഓരോ വിഷയങ്ങളെ ഞങ്ങൾ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് വയ്ക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ ഞങ്ങള് കർത്താവെ അവരെങ്ങനെയായിരിക്കുന്നെന്നോ അവരുടെ അവസ്ഥയോ ഞങ്ങൾക്കറിയത്തില്ല, എന്നാൽ സർവശക്തനെ നീ എല്ലാവരെയും അറിയുന്നവനും എല്ലാവരുടെയും ഭാരങ്ങളും പ്രയാസങ്ങളും അറിയുന്നവനാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശാരീരിക പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവരെ കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ ദൈവമേ, മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ, അങ്ങനെ പല വിധത്തിൽ കർത്താവെ ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ പിതാവെ നീ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. അപ്പൊ നീ അവിടുന്ന് ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവെ അങ്ങയുടെ മനസ്സലിവ് കൊണ്ട് അവിടുത്തെ മഹാകരുണയുടെ സ്നേഹം കൊണ്ടും കർത്താവെ നീ എത്രയോ പേരുടെ കണ്ണുനീർ അവിടുന്ന് തുടച്ചവനാണപ്പാ. ഇന്ന് ദേവേ ഞങ്ങളുടെ കണ്ണുനീരും തുടയ്ക്കുവാൻ നീ അവിടുന്ന് ശക്തനായതുകൊണ്ട് കർത്താവെ അവിടുന്ന് മാറാത്തവനാണ്. ഇന്നലെയും ഇന്നും നീ അവിടുന്ന് കർത്താവെ മാറാത്തവനാകിയാൽ ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയ്ക്കായി ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയിലെ ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. കർത്താവെ പ്രായത്തിന്റെ ക്ഷീണങ്ങളെ പ്രയാസങ്ങളെ രോഗത്താലൊക്കെയും ഭാരപ്പെടുന്നവരുണ്ട് പിതാവെ. കർത്താവെ മാനുഷികമായിട്ട് ഞങ്ങൾക്കാരെയും പോയി സഹായിക്കുവാനോ ഒന്നും ദൈവമേ സാധിക്കുന്നില്ല കർത്താവെ. എന്നാൽ പിതാവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ് കർത്താവെ, അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് കർത്താവെ രോഗസൗഖ്യം വേണ്ടവർക്ക് രോഗസൗഖ്യം, കർത്താവെ ദൈവമേ സംരക്ഷിക്കുവാൻ ആൾക്കാർ വേണ്ടിയൊക്കെ അങ്ങനെയുള്ള സഹായം, ഏതു വിധത്തിലുള്ള സഹായമാണോ അവർ അർഹിക്കുന്നത് അതനുസരിച്ച് പിതാവെ നീ അവിടെ നിന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ സഭയെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ അച്ഛനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ.
കുടുംബമായിട്ട് സമർപ്പിക്കുന്നു. കൊച്ചമ്മയും കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവെ അച്ഛൻ കർത്താവെ കടന്നു വന്ന ഉടനെ തന്നെ കർത്താവെ ദൈവമേ ദൈവികമായിട്ട് ഞങ്ങളെ കർത്താവെ അവിടുത്തെ വെളിച്ചവും കർത്താവെ അവിടുത്തെ സ്നേഹവും കാണിച്ചു തരുവാൻ തക്കവണ്ണം കർത്താവെ ഇങ്ങനെ ഒരു കൂട്ടായ്മയൊക്കെ നടത്തുവാൻ ദൈവമേ നീ അവിടുന്ന് അച്ഛന്റെ ഹൃദയത്തിൽ തോന്നിച്ചു കൊടുത്ത ആ കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. ഇത് ഞങ്ങൾക്ക് കർത്താവെ സഭയായിട്ട് കർത്താവെ ഇത് ഒരു അനുഗ്രഹമായിട്ട് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പല വിധത്തിൽ കർത്താവെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടപ്പ. സത്യത്തിന്റെയും ഒരുമയുടെയും ഐക്യത്തിന്റെയും ആത്മാവ് തന്ന ദൈവമേ ഞങ്ങളുടെ സഭയെ നീ അവിടുന്ന് കൈപിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പിതാവേ ഞങ്ങളുടെ കുറവുകളൊന്നും ഞങ്ങളോട് ഓർക്കരുത് പിതാവേ. ദൈവമേ ഞങ്ങൾ നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ സഭയെ അവിടുന്ന് നിറയ്ക്കണം കർത്താവേ. എല്ലാവരും കർത്താവെ ദൈവത്തെ കണ്ടെത്തുവാനും കർത്താവെ നിന്നെ ഞങ്ങളുടെ പേഴ്സണൽ കർത്താവെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അപ്പൊ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി സത്യത്യാഗത്തിനായിട്ട് സ്നേഹത്തിനായിട്ട് നന്ദിയുള്ളവരായി ദൈവമേ നിന്നെ അനുസരിച്ച് നിന്റെ വചനം അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ വ്യക്തികളെയുമായിട്ട് ദൈവമേ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവേ ദൈവമേ ഞങ്ങളുടെ സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. ക്ഷീണത്താലും പ്രയാസത്താലും കഴിയുന്ന കർത്താവെ ദൈവമേ പ്രായമുള്ളവരെ എല്ലാം സമർപ്പിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവരെ സമർപ്പിക്കുന്ന കർത്താവെ. രോഗത്തിന്റെ ട്രീറ്റ്മെന്റിലൊക്കെയും ആയിരിക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെ ഞങ്ങളുടെ തലമുറകളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. ലോകത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുമ്പോൾ എന്റെ പൊന്നുപിതാവേ ഞങ്ങളുടെ തലമുറകളൊന്നും കർത്താവെ ദൈവമില്ലാത്തവരായിട്ട് കർത്താവെ വഷളത്തിലേക്ക് പോകുവാൻ അവിടുന്ന് ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ ഞങ്ങളുടെ സഭയിലെ ഓരോ കുഞ്ഞുങ്ങളെയും ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ അപ്പാ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ കുഞ്ഞു മക്കളെ സൺഡേ സ്കൂളിലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് വരാത്ത കുഞ്ഞുങ്ങളുണ്ടപ്പാ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ ദൈവമേ നിന്റെ വചനം കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്കൊക്കെയും കയറി കർത്താവേ ദൈവത്തെ കർത്താവെ മറന്നു പോകാതെ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് വലിയൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും ദൈവമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുവാൻ അവിടുന്ന് സഹായിക്കണമേ. അതിനായിട്ട് കുഞ്ഞുങ്ങളെ പരിശ്രമിപ്പിക്കുന്ന കർത്താവെ പരിശീലിപ്പിക്കുന്ന എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകന്മാരെയും ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവതലമുറകളെ ഇവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. അവർ ദൈവമേ സഭയ്ക്ക് ഒരു അസറ്റായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയെ കുഞ്ഞുങ്ങളായിട്ട് കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലിയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. ദൈവമേ അവരെയൊക്കെയും സമയത്ത് അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് കർത്താവെ നീ അവിടുന്ന് നല്ല വഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവമേ ജോലിയിലുള്ള കുഞ്ഞുങ്ങളെ അവരുടെ സ്ഥാപനങ്ങളിലൊക്കെയും ദൈവമുള്ള കുഞ്ഞുങ്ങളായിട്ട് ജീവിപ്പാൻ കർത്താവെ മറ്റുള്ളവരോട് ഒന്നിച്ച് ജഡീകമായ കർത്താവെ ചിത്തക്കൂട്ടുകളിലൊന്നും കടന്നു പോകാതെ ദൈവമുള്ള കുഞ്ഞുങ്ങളായി എവിടെയായിരുന്നാലും ദൈവത്തിന്റെ കണ്ണ് ഞങ്ങളെ കാണുന്നുള്ള ദൈവഭയത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. അവർക്ക് കിട്ടുന്ന നന്മകള് കർത്താവെ ദൈവമേ അത്യാഗ്രഹമുള്ളവരായിട്ട് അവരെ തീർക്കരുത് കർത്താവെ. അവർക്ക് കിട്ടുന്ന നന്മകളുടെ ഓരോഹരി കർത്താവെ ദൈവനാമ മഹത്വത്തിനും കർത്താവെ കഷ്ടപ്പെടുന്നവർക്കും സുവിശേഷ വേലകൾക്കൊക്കെയും കൊടുക്കുവാൻ നല്ല മനസ്സുള്ള കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൊന്നുപിതാവേ ഞങ്ങളുടെ യൂത്ത് ഇങ്ങനെ സമർപ്പിക്കുന്ന കർത്താവെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹമാക്കി നീ അവിടെ തീർക്കണമേ കർത്താവെ. കപ്പിളിന്റെ ഫെലോഷിപ്പായിട്ട് കർത്താവെ ദൈവമേ 15-ാം തീയതി കൂടുന്നുണ്ടല്ലോ, അതൊക്കെയും കർത്താവെ കടന്നു വരുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കി നീ അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. ഞങ്ങളുടെ വുമൺസ് ഫെലോഷിപ്പിനെ കരങ്ങളിലേക്ക് തരുന്നു. ഈ സൺഡേ കർത്താവെ അവർ ഒന്നിച്ച് കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ ഒരു സെയിലിനായിട്ട് ഒരുങ്ങുന്നല്ലോ, അത് ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിലൊക്കെയും എല്ലാവരും ഒന്നിച്ച് കർത്താവെ കടന്നു വരുവാനും കർത്താവെ ഒരുമയോടെ ആയിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ കൊയറിനെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ.
ഞങ്ങളുടെ ആരാധനയുടെ ഏറ്റവും മനോഹരമായ അവസ്ഥ കർത്താവെ ആ ചർച്ച് കൊയറാണല്ലോ. കർത്താവെ പാടുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന കൃപ കൊടുക്കണം. പഠിപ്പിക്കുന്നവരെയും കർത്താവെ പാടുന്നവരെയും കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ, ക്രിസ്മസ് കരോളിന് വേണ്ടിയൊക്കെ ഒരുങ്ങുമ്പോൾ നല്ല പാട്ടുകൾ കുഞ്ഞുങ്ങൾ പഠിക്കുവാനും എല്ലാവർക്കും കടന്നു വരുവാനും എല്ലാം ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിതാവേ, ദൈവമേ, വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനായും ജോലിക്കായും ഒക്കെയും പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, അച്ഛൻ പറഞ്ഞതുപോലെ കർത്താവെ, ഫലമിതമായ കർത്താവെ പ്രയാസങ്ങൾ അവരവിടെ അനുഭവിക്കുന്നുണ്ടല്ലോ കർത്താവെ. മനുഷ്യർക്ക് കർത്താവെ ജീവിക്കുവാനായിട്ട് ദൈവമേ നീ ഈ ലോകത്തെ സൃഷ്ടിച്ച് ഞങ്ങൾക്കാക്കി തന്നു കർത്താവെ. അതിന്റെ മഹത്വം, അതിന്റെ അനുഗ്രഹം കർത്താവെ എവിടെയായിരുന്നാലും ദൈവമേ സ്തോത്രത്തോടെ അനുഭവിക്കുവാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളെ ശുശ്രൂഷിച്ച എല്ലാ കർത്താവെ പട്ടക്കാരെയും അവരുടെ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ദൈവമേ അവരൊക്കെ എവിടെയായിരിക്കുന്നോ, ഏത് വിധത്തിലായി ഞങ്ങൾക്കൊന്നും അറിയതെന്നാൽ നീ അറിയുന്നോണ്ട് സ്തോത്രം കർത്താവെ. അവരുടെ ആവശ്യങ്ങള് കർത്താവെ അറിഞ്ഞ് ദൈവമേ നീ അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യുദ്ധത്താൽ കഷ്ടപ്പെടുന്ന കർത്താവെ രാജ്യങ്ങളെ, കർത്താവെ അവിടെ ഭാരപ്പെടുന്ന ജനങ്ങളെ, കർത്താവെ കുഞ്ഞുങ്ങളെ, കർത്താവെ സ്ത്രീകളെ, കർത്താവെ ഇവരെല്ലാവരും കർത്താവെ മനുഷ്യരാണ് കർത്താവെ. ദൈവമേ അവരുടെ പ്രയാസങ്ങൾ, അവസ്ഥകൾ ദൈവമേ നീ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. ലോക സമാധാനം കൊണ്ട് ദൈവമേ നീ അവിടെ നിന്ന് നിറയ്ക്കണമേ കർത്താവെ. അന്യോന്യം സ്നേഹമുള്ളവരായിട്ട് മനുഷ്യവർഗത്തെ നീ അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്നും പൊരുതുവാനും പകയ്ക്കുവാനുമുള്ള മനസ്സിനെ മാറ്റി ദൈവസ്നേഹം കൊണ്ട് നീ അവിടുന്ന് കാണിച്ചു തന്ന മാർഗപ്രകാരം ദൈവസ്നേഹം കൊണ്ട് കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവെ, കേരളത്തിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒക്കെയും കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ വയനാടിന്റെ ആ പ്രദേശത്ത് കർത്താവെ ഉരുൾപൊട്ടലും കർത്താവെ കഷ്ടപ്പെടുന്ന ജനതയെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ. സഭയായിട്ട് കർത്താവെ ഞങ്ങളും അവരെ സഹായിക്കുവാനൊക്കെ ഒരുങ്ങുന്നല്ലോ. അതൊക്കെയും കർത്താവെ അർഹിക്കുന്നവരുടെ കയ്യിൽ തന്നെ കിട്ടുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ എല്ലാം ദൈവമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവനാമം മഹത്വത്തിന് മാത്രമാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങൾ എന്തെങ്കിലും ദൈവമേ പ്രാർത്ഥിക്കുവാനുള്ള ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, ബലഹീനത മനുഷ്യരാണ് മറവി കൊണ്ട് വിട്ടു അവിടുന്ന് കർത്താവെ അച്ഛൻ പറഞ്ഞ എല്ലാ വിഷയങ്ങളുടെ മേലും ഞങ്ങൾ പറയാതെ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന പിതാവെ, അവിടുന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അറിഞ്ഞ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിവാഹപ്രായമെത്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങള് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നപ്പാ. ദൈവമേ കുടുംബത്തിന്റെ സ്ഥാപനം നീ അവിടുന്ന് സ്ഥാപിച്ചതാണല്ലോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയും തക്ക തുണകളെ കർത്താവെ, ദൈവമുള്ള കുഞ്ഞുങ്ങളെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവമേ അടുത്ത തലമുറ ദൈവമുള്ള തലമുറയായിട്ട് വളർത്തിക്കൊണ്ടുവരുവാനുള്ള കൃപ കൊടുത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല തുണകളെ നൽകി അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഭാരത്തിലും ദുഃഖത്തിലും രോഗത്തിലും ഒക്കെ കഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ ഞങ്ങളുടെ യാചനകളും അപേക്ഷകളും ഒക്കെയും നീ അവിടുന്ന് കേട്ട് ഞങ്ങൾക്ക് ഉത്തരം അരുളുന്ന ദൈവമാണപ്പാ. നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സർവ്വദൈവമേ ഞങ്ങളുടെ സർവ്വ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ കാൽവറി ക്രൂശിൽ മരിച്ച് ഉയർത്ത് കർത്താവെ അവിടുത്തെ വലത്തു ഭാഗത്തു നിന്നും സർവ്വനാമങ്ങൾക്കും മേലായ നാമമായിട്ട് കർത്താവെ ആയിരിക്കുന്ന അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുന്ന് കേട്ട് ഉത്തരമരണം ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. സ്തോത്രം. കനിവേറും സ്നേഹപിതാവേ, നിൻ തിരുസന്നിധി തേടി വരുന്നു. അനുതാപമുതിരുന്ന ഹൃദയവുമായി അകതാരിലപരാധ ബോധവുമായി കനിവേറും സ്നേഹപിതാവേ, സ്വന്ത സുഖം മാത്രം കാക്ഷിച്ചു ഞാൻ സ്വാർത്ഥത തൻ ഇരുൾ കാട്ടിലൊളിച്ചു. സ്വന്ത സുഖം മാത്രം കാക്ഷിച്ചു ഞാൻ സ്വാർത്ഥത തൻ ഇരുൾ കാട്ടിലൊളിച്ചു. സോദരനാം അയൽക്കാരൻ
എൻ്റെ ദുഃഖം പങ്കിടാൻ പാടി മറന്നുപോയി. എങ്കിലും നാഥ നിൻ സ്നേഹത്തെയോർത്തിത അനുതാപപൂർവം ഞാൻ വരുന്നു. എങ്കിലും നാഥ നിൻ സ്നേഹത്തെയോർത്തിത അനുതാപപൂർവം ഞാൻ വരുന്നു. കനിവേറും സ്നേഹപിതാവേ, അവിടുത്തെ ഹിതമെന്തെന്നറിയാതെ ഞാൻ അകലെയായി നിന്നിൽ നിന്നന്യനായി. അവിടുത്തെ ഹിതമെന്തെന്നറിയാതെ ഞാൻ അകലെയായി നിന്നിൽ നിന്നന്യനായി. നിൻ മഹാത്യാഗത്തെ ഓർക്കാതെ ഞാൻ നിന്ദ്യമാം വഴികളിൽ ജീവിച്ചു പോയി. എങ്കിലും നാഥ നിൻ സ്നേഹത്തെയോർത്തിത അനുതാപപൂർവം ഞാൻ വരുന്നു. എങ്കിലും നാഥ നിൻ സ്നേഹത്തെയോർത്തിത അനുതാപപൂർവം ഞാൻ വരുന്നു. കനിവേറും സ്നേഹപിതാവേ, അന്യനായി ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം നിൻ ശിരസിൽ ഘോരമുള്ളുകളാൽ. അന്യനായി ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം നിൻ ശിരസിൽ ഘോരമുള്ളുകളാൽ. നിന്നിണം ചിന്താൻ കാരണമായി നിൻ കരൾ നോവും പാപങ്ങളാൽ. എങ്കിലും നാഥ നിൻ സ്നേഹത്തെയോർത്തിത അനുതാപപൂർവം ഞാൻ വരുന്നു. എങ്കിലും നാഥ നിൻ സ്നേഹത്തെയോർത്തിത അനുതാപപൂർവം ഞാൻ വരുന്നു. കനിവേറും സ്നേഹപിതാവേ, നിൻ തിരുസന്നിധി തേടി വരുന്നു. അനുതാപമുതിരുന്ന ഹൃദയവുമായി അകതാരിലപരാധ ബോധവുമായി കനിവേറും സ്നേഹപിതാവേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് വളരെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കൂടിവരവുകളുടെ കൂട്ടായ്മയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത്. അത് വളരെ സിസ്റ്റമാറ്റിക്കായി ക്രമീകൃതമായി ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വളരെ അനുഗ്രഹപ്രദമാകും. rather than selectively going for studies, for learning. Systematic learning will definitely help us to learn thoroughly. വളരെ ക്രമീകൃതമായി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ വളരെ കൃത്യമായി, ആഴമായി, വ്യക്തമായി നമുക്ക് പഠിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നതും ആ പഠനവും മനസ്സിലാക്കലുകളും നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുന്നതും നമ്മളെ കുറച്ചുകൂടി വ്യത്യസ്തരായ മനുഷ്യരാക്കുന്നതും കുറച്ചുകൂടി കാമ്പുള്ള, കഴമ്പുള്ള നല്ല വിശ്വാസികളാക്കി തീർക്കുന്നതും. അതുകൊണ്ടാണ് നമ്മൾ ഈ കാലങ്ങളിലൊക്കെ, ഈ നാളുകളിലൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള വാക്യത്തെ പരാമർശിച്ച് അതിനെ അടിസ്ഥാനമാക്കി അതുമായി ബന്ധപ്പെട്ട അതിൽ നിന്നും നമുക്ക് സമഗ്രമായി, വിശാലമായി വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിശ്വാസ യാഥാർത്ഥ്യങ്ങളെ, വിശ്വാസ ആശയങ്ങളെ
നമുക്ക് അതിൽ നിന്നും കണ്ടെത്താനും അതിൽ നിന്നും മനസ്സിലാക്കാനും അതിൽ നിന്നും വേർതിരിച്ചെടുക്കാനുമായിട്ടും സാധിക്കുന്നു. ആ ഒരു പരിശ്രമത്തിലാണ് നമ്മൾ ഈ നാളുകളിലൊക്കെ ആയിരിക്കുന്നത്. നമ്മുടെ ചിന്താ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിന് ധ്യാനത്തിന് ആസ്പദമായിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇസഹാക്കിനെ കുറിച്ചാണ്. ഇസഹാക്ക് തൻ്റെ പരദേശ പ്രയാണ യാത്രയിൽ ഒരു സവിശേഷമായ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ തൻ്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തൻ്റെ കാരണം കൊണ്ടല്ലാതെ തന്നെ തൻ്റെ ജീവിതത്തിന് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോൾ എങ്ങനെയാണ് ഇസഹാക്ക് ഒരു നല്ല ദൈവബോധമുള്ള മനുഷ്യനായി, അതല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു പാട്രിയാർക്ക്, ഒരു പിതാമഹൻ എന്നുള്ള നിലയിൽ, ഒരു ആൻസസ്റ്റർ എന്നുള്ള നിലയിൽ തൻ്റെ ജീവിതത്തിൽ താൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, എങ്ങനെയാണ് പ്രതികരിച്ചത്, എങ്ങനെയാണ് താൻ സെൽഫ് കണ്ടക്ട് ചെയ്തത് എന്നതൊക്കെയാണ് നമ്മൾ ഈ വാക്യവുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചത്. നമ്മൾ കഴിഞ്ഞ കുറെ 4-5 ആഴ്ചകളിലായിട്ട് നമ്മൾ ഇസഹാക്ക് കൺസ്ട്രക്ട് ചെയ്ത ഓൾട്ടറിന്റെ സവിശേഷതകളെ കുറിച്ച്, പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ സാഹചര്യങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ എന്താണ് ഓൾട്ടർ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വഹിക്കുന്ന പങ്ക്, ഓൾട്ടർ നമ്മൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മളോട് സംവേദിക്കുന്നത് എന്താണ്, സംസാരിക്കുന്നത് എന്താണ്, അത് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന പ്രതികരണങ്ങൾ എന്താണ്, റെസ്പോൺസസ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ വളരെ വിശാലമായി സമഗ്രമായി നമ്മൾ ചിന്തിച്ചത്. അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും സമ്മറൈസ് ചെയ്യാനായിട്ട്, ഒന്നുകൂടെ റിക്കളക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കാണുകയും കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും പുതുതായിട്ട് തിരിച്ചറിയുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി സൂക്ഷിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് തുടർന്നുള്ള ഭാവിയിലെ പഠനങ്ങൾക്കും മനസ്സിലാക്കലുകൾക്കുമായിട്ട് എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ അൾത്താര നിർമ്മിച്ചതിന് ശേഷം അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. he built an altar and he worshipped God, or he worshipped Yahweh in the name of the Yahweh. അപ്പോ യഹോവയുടെ നാമത്തിൽ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട്, തൻ്റെ ആരാധന അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, തൻ്റെ വിശ്വാസത്തിന്റെ ആവിഷ്കരണമായ ആരാധന സമർപ്പിക്കുന്നതിന് വേണ്ടി ഇസഹാക്ക് അവിടെ യാഗപീഠം പണിതു എന്ന് നമ്മൾ വായിക്കുന്നു. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് അവിടെ തന്റെ കൂടാരം അടിച്ചു. There he pitched his tent. There he built his tent. അവിടെ തന്റെ കൂടാരം അടിച്ചു. നമ്മൾ യാഗപീഠം ഒരു വ്യക്തതയാണ്. ഓൾട്ടർ ഈസ് എ മാനിഫെസ്റ്റേഷൻ. അത് യാഗപീഠം ഇറ്റ്സ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് അവർ ഗോഡ്. നമ്മുടെ വിശ്വാസത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ആവിഷ്കരണമാണ്, ഒരു വ്യക്തതയാണ്, ഒരു തെളിവാണ് അൾത്താര യാഗപീഠം എന്ന് പറയുന്നത്. ഫ്രം ദി manifestation of faith, we see another expression of his faith, which is a tent. അതൊരു യാഗപീഠമല്ല, അതൊരു ടെന്റ് ആണ്, ഒരു കൂടാരമാണ്. സ്വാഭാവികമായിട്ടും യാഗപീഠമാണ്, altar was his first preference. തന്റെ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായപ്പോൾ ഇസഹാക്കിന്റെ ജീവിതത്തിലെ ആദ്യത്തെ മുൻഗണന, പ്രിഫറൻസ് എന്ന് പറയുന്നത് ഓൾട്ടർ ആണ്. ഓൾട്ടർ ഈസ് എ ഫെയ്ത്ത് പ്രിഫറൻസ്. നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു മുൻഗണനയാണ്, മുൻക്രമമാണ് നമ്മുടെ ഓൾട്ടർ എന്ന് പറയുന്നത്, നമ്മുടെ യാഗപീഠം, നമ്മുടെ ആരാധന ഇടം എന്ന് പറയുന്നത്. ആസ് എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി, ഓൾട്ടർ ഈസ് അവർ ഫെയ്ത്ത് പ്രിഫറൻസ്. നമ്മുടെ ആരാധിക്കുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും നമ്മുടെ അൾത്താരകൾ, നമ്മുടെ ആരാധന ഇടങ്ങൾ, നമ്മുടെ യാഗപീഠങ്ങൾ, നമ്മുടെ അർപ്പണത്തിന്റെ ഇടങ്ങൾ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കുന്ന, കാഴ്ചയായി അർപ്പിക്കുന്ന ഈ യാഗപീഠം എന്ന് പറയുന്നത് അതൊരു പ്രിഫറൻസ് ആണ്. Then he goes to the second preference of his life. തന്റെ ജീവിതത്തിന്റെ, തന്റെ പരദേശ പ്രയാണത്തിന്റെ, ഇസഹാക്കിന്റെ ജീവിതത്തിലെ മുൻപോട്ടുള്ള യാത്രയുടെ രണ്ടാമത്തെ മുൻഗണന ഇസഹാക്ക് കണ്ടെത്തുന്നത് which is to build a tent. നമുക്കറിയാം ഈ കൂടാരം
യഥാർത്ഥത്തിൽ യാഗപീഠത്തിൽ നിന്നും വ്യത്യസ്തമായ ചില ആശയങ്ങളെയും ചില ചിന്തകളെയും ചില അനുഭവങ്ങളെയും ഒക്കെയാണ് നമ്മളോട് സംവേദിക്കാനായിട്ട് നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതിനു മുൻപ് എനിക്ക് ആസ് ആൻ ഇനീഷ്യൽ തോട്ട് ഓൺ ദ ഐഡിയ ഓഫ് ടെന്റ്, അല്ലെങ്കിൽ ഇസഹാക്ക് സൃഷ്ടിച്ച തനിക്കും തന്റെ കുടുംബത്തിനും തന്റെ കൂടെ ഉള്ളവർക്ക് ഒരുപക്ഷെ ഒരു ടെന്റ് ആയിരിക്കില്ല. ഹി മസ്റ്റ് ഹാവ് കൺസ്ട്രക്റ്റഡ് മൾട്ടിപ്പിൾ ടെന്റ്സ്. ഒരുപക്ഷെ ഒരു വലിയ സമൂഹമായിട്ട് സഞ്ചരിക്കുമ്പോൾ, ആടുമാടുകളുമായിട്ട് സഞ്ചരിക്കുമ്പോൾ, ഒരു വലിയ സമൂഹവുമായിട്ട് താൻ വേറൊരു രാജ്യത്തൂടെ വേറൊരു ദേശത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ he must have been constructing multiple tents. പലർക്ക് വേണ്ടിയിട്ട്, പലർക്ക് പാർക്കുവാനായിട്ട്. അതൊരിക്കലും ഒരു ടെന്റ് എന്ന് പറയുന്ന ഒരു മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ് അല്ല, ഒരു വലിയ എക്സ്റ്റെൻഡഡ് കൺവെൻഷൻ സെന്റർ പോലെയുള്ള ഒരു ഡോർമെറ്ററി പോലെയുള്ള ഒരു സംവിധാനമൊന്നുമല്ല. നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ഒരു ടെന്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ജീവിക്കാനുള്ള ഒരു മിനിമം സ്പേസിനെ കുറിച്ചാണ്. ഇറ്റ് ഇസ് എ ഷെൽട്ടർ. ടെന്റ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് താൽക്കാലികമായിട്ട് കുറച്ചു നേരത്തേക്ക് മാത്രം ജീവിക്കാനുള്ള, പാർക്കുവാനുള്ള വളരെ വളരെ ടെമ്പററി ആയിട്ടുള്ള മിനിമം സ്പേസിൽ, ലിമിറ്റഡ് സ്പേസിൽ ഉണ്ടാകുന്ന ഒരു പാർപ്പിടമാണ്. ടെന്റ് ഈസ് എ ലിവിങ് സ്പേസ്, എ ലിമിറ്റഡ് ലിവിങ് സ്പേസ്. ഒരു മനുഷ്യനെ പാർക്കുവാനുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പരിധിയുള്ള ഒരു സ്ഥലം, ഒരിടം എന്ന അർത്ഥത്തിൽ വേണം നമ്മൾ ഈ ടെന്റിനെ മനസ്സിലാക്കാനായിട്ട്. ഹൗ ഡു വി അണ്ടർസ്റ്റാൻഡ് അവർ ലിവിങ് സ്പേസസ്? നമ്മളുടെ ജീവിത ഇടങ്ങളെ, നമ്മൾ പാർക്കുന്ന ഇടങ്ങളെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വേർ വി എക്സ്പീരിയൻസ് ഗോഡ് ഇൻ അവർ ആൾട്ടർ. നമ്മുടെ അൾത്താരയെ നമ്മൾ ആദ്യം മനസ്സിലാക്കി, അല്ലേ? നമ്മുടെ അൾത്താരയെ മനസ്സിലാക്കിയതിന്റെ തുടർച്ചയായിട്ടാണ്, നമ്മുടെ അൾത്താരയെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പാർക്കുന്ന ഇടത്തെ നമ്മൾ മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ടും the understanding of altar will definitely help us to understand where we live. നമ്മൾ പാർക്കുന്ന ഇടങ്ങളെ, നമ്മുടെ പാർപ്പിടങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ഭവനങ്ങളെ, നമ്മുടെ ജീവിത ചുറ്റുപാടുകളെ, പരിസരങ്ങളെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന, നമ്മളെ അതിനുവേണ്ടി സജ്ജമാക്കുന്ന ഒരു ചിന്തയാണ്. The idea of altar will definitely help us to understand the ideas and the concept and the reality of our house or home or as family. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഭവനത്തെ, നമ്മുടെ വീടിനെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നത് there where he has constructed, where he has built the altar for the glory of God, for the worship of God. ദൈവത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടി, ദൈവാത്മാവിനെ ആരാധിക്കുന്നതിന് വേണ്ടി, തന്റെ ആരാധനയുടെ അർപ്പണത്തിന് വേണ്ടി, എവിടെയാണോ തന്റെ വിശ്വാസത്തിന്റെ പ്രൈമറി പ്രിഫറൻസ് ആയിരിക്കുന്ന അൾത്താര നിർമ്മിച്ചത്, സൃഷ്ടിച്ചത്, കൺസ്ട്രക്ട് ചെയ്തത്, അതിനോട് ചേർന്ന് തന്നെ there he constructed, he built the altar. അവിടെ ഇസഹാക്ക് തന്റെ കൂടാരം അടിച്ചു. അവിടെ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. ഇസഹാക്ക് ആദ്യം കൂടാരം ഉണ്ടാക്കുന്നു, ആദ്യം യാഗപീഠം ഉണ്ടാക്കുന്നു. അവിടെ തന്നെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യാഗപീഠത്തിന്റെ മുകളിൽ ഒരിക്കലും ആയിരിക്കത്തില്ലല്ലോ. സോ around the proximity of the altar, he built his tent around the proximity, around the vicinity of the altar. അൾത്താരയുടെ പരിധിക്കുള്ളിൽ, അൾത്താരയിൽ നിന്ന് അകലത്തല്ലാതെ, ദൂരത്തല്ലാതെ ഇസഹാക്ക് തന്റെ യാഗപീഠം അടിച്ചു. അപ്പോ നമ്മുടെ തന്റെ കൂടാരം അടിച്ചു. കൂടാരത്തെ കുറിച്ച്, നമ്മുടെ ഭവനത്തെ കുറിച്ച്, നമ്മുടെ ലിവിങ് സ്പേസസിനെ കുറിച്ച്, നമ്മുടെ ജീവിത ഇടങ്ങളെ കുറിച്ച് ഈ ചിന്ത നമ്മളോട് ഒന്നാമത് പറയുന്നത് എന്താണ്? ടെന്റ് നമ്മളോട് പറയുന്നത്, ടെന്റ് ഈസ് an altar extension. നമ്മളുടെ ആൾത്താരയുടെ തുടർച്ചയാണ്. An extension of the altar. Our tent, the spaces we live in, the spaces we found ourselves in our lives. നമ്മുടെ വീടുകൾ, നമ്മുടെ ജീവിത ഇടങ്ങൾ, ജീവന ഇടങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇസഹാക്കിന്റെ ജീവിതത്തിൽ നിന്ന്, ഈ ഭാഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇറ്റ് ഈസ് an extension of the altar for God. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട, ദൈവത്തിന്റെ ആരാധനയെ സമർപ്പിക്കപ്പെടുന്ന യാഗപീഠത്തിന്റെ തുടർച്ചയാണ് നമ്മുടെ വീടുകൾ, നമ്മുടെ ഭവനങ്ങൾ.
ഹൗ ഡിസ്റ്റന്റ് ഈസ് ആർ ടെൻസ് ഫ്രം ദി ഓൾട്ടർ. അതൊരു വലിയ ഗൗരവമേറിയ ആഴമായ ചോദ്യമാണ്. നമ്മുടെ ഭവനങ്ങൾ അൾത്താരകളിൽ നിന്ന്, യാഗപീഠങ്ങളിൽ നിന്ന് എത്ര അകലത്താണ്? പക്ഷെ അതുകൊണ്ടാണ് ആ ഒരു ചോദ്യത്തിന്റെ മുൻപിലാണ് ഇസഹാക്കിനെ കുറിച്ച് പറയുന്ന അവിടെ എവിടെയാണോ ഇസഹാക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള യാഗപീഠം പണിതത്, അതിന്റെ പ്രോക്സിമിറ്റിയിൽ, അതിന്റെ വിസിനിറ്റിയിൽ, അതിൽ നിന്നും അകലത്തല്ലാതെ അതിനോട് ചേർന്ന്, അതിനോട് അടുപ്പത്തിൽ തന്റെ കൂടാരം അടിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഒരു ചോദ്യം വളരെ ഗൗരവമായി നമ്മൾ ചോദിക്കണം നമ്മുടെ ജീവിതങ്ങളോട്, നമ്മുടെ ഭവനങ്ങളോട്. ഹൗ ക്ലോസ് ഈസ് our houses, our homes from the altar? ആരാധനയുടെ അനുഭവങ്ങളിൽ നിന്ന്, യാഗാർപ്പണത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന്, ഒരു അൾത്താരയുടെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമ്മളുടെ വീടുകൾ എത്ര അകലത്താണ്, എത്ര അടുപ്പത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരർത്ഥത്തിൽ അകലത്തെക്കുറിച്ചുള്ള ചോദ്യമല്ല അവിടെ പ്രസക്തം. അകലത്തെക്കുറിച്ചുള്ള ചോദ്യം അടുപ്പത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്, അല്ലെ? നമ്മളോട് തന്നെ ചോദിക്കും, ഇവിടുന്ന് എയർപോർട്ട് എത്ര ദൂരമാണ് എന്ന് ചോദിക്കാം. എയർപോർട്ട് എത്ര അകലമാണ്? ഹൗ ക്ലോസ് ഈസ് ദി എയർപോർട്ട്? ഹൗ ഡിസ്റ്റന്റ് ഈസ് ദി എയർപോർട്ട്? ഹൗ ക്ലോസ് ഈസ് ദി റെയിൽവേ സ്റ്റേഷൻ? ഹൗ ഡിസ്റ്റന്റ് ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ? ഹൗ ഡിസ്റ്റന്റ് ഈസ് ദ ചർച്ച് ആൻഡ് ഹൗ ക്ലോസ് ഈസ് ദ ചർച്ച്? ഞാൻ നിങ്ങളോട് അത് പറയുകയാണ്. നമ്മൾ പലപ്പോഴും പള്ളി ഭയങ്കര ദൂരമാണ്, നമ്മൾ സാധാരണ കേൾക്കുന്ന, ഞാനും പറയുന്നത് ശരിയാണ്. പള്ളി ഭയങ്കര ദൂരമാണെന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ പള്ളിയിൽ നിന്ന് ദൂരത്താവുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ആ ചോദ്യം തിരിച്ച് വൈ കാൻ വി റിയലി റീഫ്രെയിം ദാറ്റ് റിയലൈസേഷൻ? പള്ളി ഒരുപാട് ദൂരത്താണ് എന്ന് പറയുന്നതിനേക്കാൾ പള്ളി എത്ര അടുപ്പത്തിലാണ് എന്ന് ചോദിക്കാൻ ഹൗ ക്ലോസ് ഈസ് ദി ഓൾട്ടർ എന്ന് ചോദിക്കാൻ പറ്റുമോ? ദൂരത്തെക്കുറിച്ച് നമ്മൾ വല്ലാതെ ആശങ്കപ്പെടുമ്പോഴാണ് അത് ദൂരമാകുന്നത്. അടുപ്പത്തെ നമ്മൾ ആഘോഷിക്കുന്ന ഇടത്താണ് ദൂരങ്ങളും അടുപ്പങ്ങളാകുന്നത്, അല്ലെ? ഇന്നിപ്പോ അടുപ്പങ്ങളൊക്കെ വല്ലാതെ ദൂരത്താകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ അടുപ്പങ്ങളായി കണ്ടിരുന്നതൊന്നും ഇപ്പൊ അടുപ്പങ്ങളല്ല, അല്ലെ? അടുത്തിരിക്കുന്നവർ വളരെ ക്ലോസ് ആയിരിക്കുന്നവരൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് അവർ വളരെ അകലത്തിലായി പോകുന്നുണ്ട്. അതൊരു സൈക്കോളജിക്കൽ ആണെന്ന് പറയും, അല്ലേ? മനഃശാസ്ത്രപരമാണ്. അതുകൊണ്ട് ഈ ടെന്റ് നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ടോക്സ് അബൌട്ട് അവർ ക്ലോസ്നെസ് വിത്ത് ദി ഓൾട്ടർ. നമ്മളുടെ വീട് നമ്മൾ ഒരിക്കലും ആരാധനയുടെ ഇടങ്ങളിൽ നിന്ന്, ആരാധനയുടെ അനുഭവങ്ങളിൽ നിന്ന്, അൾത്താരകളിൽ നിന്ന് അകലത്ത് കൊണ്ടുവയ്ക്കുവാനുള്ളതല്ല. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും പള്ളിയുടെ ദൂരത്ത് പോയി ഹൈടെക് സിറ്റിയിലോ അതിനപ്പുറത്തോ പോയി വീടുകൾ വെക്കണമെന്നല്ല. പലപ്പോഴും നമ്മൾ when we are too much conscious about the distances, we forget the reality of closeness. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ വീട്ടിലെ ജീവിതം, നമ്മുടെ കുടുംബത്തിനുള്ളിലെ ജീവിതത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ആർ വി സീയിങ് the life within our house, within our family, within our home as an extension of the altar? നമ്മുടെ അൾത്താരകളുടെ അനുഭവങ്ങൾ, അൾത്താരകളുടെ തുടർച്ചകളായി, അതിന്റെ എക്സ്റ്റൻഷൻസ് ആയി നമുക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ? നമ്മുടെ പള്ളികളുടെ, നമ്മളുടെ ഇമാനുവൽ CSA മലയാളം ചർച്ച് യാപ്രായിലുള്ള പള്ളിയുടെ തുടർച്ചയാണ് നമ്മൾ പാർക്കുന്ന ഓരോരോ ഇടങ്ങളും. അത് സിംഗിൾ ഹൗസ് ആണെങ്കിലും കൊള്ളാം, ഫ്ലാറ്റ് ആണെങ്കിലും കൊള്ളാം, ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ വീടാണെങ്കിലും കൊള്ളാം, അത് റെന്റഡ് ആണെങ്കിലും കൊള്ളാം, ഓൺ ആണെങ്കിലും കൊള്ളാം, ഒന്നുണ്ടായാലും കൊള്ളാം, രണ്ടുണ്ടായാലും കൊള്ളാം, പലതുണ്ടായാലും കൊള്ളാം. നമ്മൾ എങ്ങനെ നമ്മുടെ വീടിനെ മനസ്സിലാക്കും? നമ്മുടെ വീട്ടിലുള്ള ജീവിതത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അത് വളരെ ഗൗരവമേറിയ ചോദ്യമാണ്. ഞാൻ ഡൽഹിയിൽ ഇരുന്ന സമയത്ത് ഞങ്ങളുടെ പാഴ്സണേജ് പള്ളിയുടെ മുകളിലായിരുന്നു. We were on the church. നമ്മളാണ് പള്ളിയുടെ മുകളിൽ താമസിക്കുകയായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ പള്ളിയോട് ചേർന്ന് പാഴ്സണേജ് പണിയോ അല്ലെങ്കിൽ പള്ളിയുടെ കൂടെ പാഴ്സണേജ് പണിയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ മുകളിൽ വല്ലതും പണിഞ്ഞേനെ. എനിവേ, വേറെ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഈ അൾത്താരയുടെ അനുഭവങ്ങൾ അടുത്താണ് എന്നുള്ളത് വളരെ 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 ഗൗരവമേറിയ we have to understand our tent.
ആസ് ദി എക്സ്റ്റൻഷൻ ഓഫ് ദി ഓൾട്ടർ. ഇസഹാക്ക് നമ്മളോട് പറയുന്നതാണ്, ഇസഹാക്കിന് ഇറങ്ങിയാൽ, പുറത്തേക്ക് ഇറങ്ങിയാൽ, ഫ്രം ദ ടെന്റ് ഹി ക്യാൻ സീ ദ മാഗ്നിഫിഷ്യൻസ് ഓഫ് ദി ഓൾട്ടർ. നിന്റെ വീട്ടിലിരുന്നോണ്ട് ഈ യാഗപീഠത്തിന്റെ സൗന്ദര്യത്തെ, മഹത്വത്തെ കാണാൻ കഴിയുന്നുണ്ടോ? അതൊരു വലിയ ഗൗരവമേറിയ ചോദ്യമാണ്. Can we see the magnificence of the altar from within our house? നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഈ ആരാധനാലയത്തിന്റെ, യാഗപീഠത്തിന്റെ സൗന്ദര്യത്തെ, അതിന്റെ മഹത്വത്തെ, അതിന്റെ നന്മയെ കാണാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇസഹാക്കിന്റെ ജീവിതം നമ്മളോട് പറയുന്ന ഒന്നാമത്തെ, ഇസഹാക്ക് നിർമ്മിച്ച കൂടാരം നമ്മളോട് പറയുന്ന ഒന്നാമത്തെ ചിന്ത, tent is an extension of the altar. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ വീടുകൾ, നമ്മുടെ പാർപ്പിടങ്ങൾ, അത് അൾത്താരയുടെ തുടർച്ചകളാണ്, അല്ലെ? എന്ന് പറഞ്ഞിട്ട് വീട്ടിലെ കുരിശുരൂപങ്ങളും പടങ്ങളും ഒക്കെ വെച്ച് അൾത്താരകൾ ഉണ്ടാക്കി വെക്കണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ആരാധനയുടെ, നമ്മുടെ ആരാധനാലയങ്ങൾ എത്രത്തോളം വിശുദ്ധമായിരിക്കുന്നു, അതിന്റെ അർത്ഥം, ആ ഭാഗത്തേക്ക് ഞാൻ പിന്നീട് അതിന്റെ പ്രോഗ്രഷനിൽ വരാം. ഈ അൾത്താരയുടെ വിശുദ്ധി നിർണയിക്കുന്നത് എന്റെയും നിങ്ങളുടെയും കുടുംബ ജീവിതത്തിലെ, ഭവനത്തിലുള്ള ജീവിതത്തിന്റെ വിശുദ്ധിയാണ്. ഹൗ ഹോളി ആർ in our houses, in our relationships, defines and determines the holiness of our altar. നമ്മുടെ ആരാധനാലയത്തിന്റെ, നമ്മുടെ യാഗപീഠത്തിന്റെ വിശുദ്ധിയെ നിർണയിക്കുന്നത് കുടുംബ ജീവിതങ്ങളിൽ, ഭവന ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കുമുള്ള വിശുദ്ധിയാണ്. If our family life is harmonious, then we will definitely have a harmonious altar life. അല്ലെ? ഒരു അൾത്താര ജീവിതം, നമ്മുടെ അൾത്താര ജീവിതം അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ, നന്മ നിറഞ്ഞതായി തീരണമെങ്കിൽ, അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയുടെ അവസാനത്തിൽ പറയുന്നില്ല, അത് പലരും പറയാറില്ല, കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നിങ്ങളോടുകൂടെ നമുക്ക് സമാധാനത്തോടെ പോകാം കർത്താവിന്റെ നാമത്തിൽ തന്നെ. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് അവർ വർഷിപ്പ്, അവർ ലൈഫ് ഈസ് ബിക്കമിങ് എ ലിറ്റർജി. നമ്മുടെ ആരാധന തുടരുകയാണ്, നമ്മുടെ ആരാധന അവസാനിക്കുന്നില്ല. ആരാധന നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ തുടർ വഴികളിലേക്ക്, അവർ ലൈഫ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് കോൺസ്റ്റന്റ് ലിറ്റർജി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഒരു ആരാധന ക്രമമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം. See, altar gives, tent gives us this beautiful theology of life. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹപ്രദമായ ദൈവശാസ്ത്രം നമ്മളോട് പറയുന്നത് അതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ചിന്ത, നമ്മുടെ അൾത്താര, നമ്മുടെ കൂടാരം അൾത്താരയുടെ അനുഭവങ്ങളിൽ നിന്ന്, യാഥാർത്ഥ്യത്തിൽ നിന്ന് എത്ര അടുപ്പത്താണ്, എത്ര അടുത്താണ്. You cannot keep your tent in distance. നിങ്ങളുടെ കൂടാരങ്ങൾ യാഗപീഠത്തിൽ നിന്ന് അകലത്താക്കാൻ കഴിയില്ല. കൂടാരങ്ങളിൽ നിന്ന്, യാഗപീഠങ്ങളിൽ നിന്ന് നമ്മുടെ കൂടാരങ്ങൾ എത്രത്തോളം അകലത്തായിത്തീരുന്നോ, എത്രത്തോളം ദൂരത്തായിത്തീരുന്നോ, നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട്, ദർശനങ്ങൾ കൊണ്ട്, സമീപനങ്ങൾ കൊണ്ട്, ശൈലികൾ കൊണ്ട് നമ്മൾ അതിനെ എത്രത്തോളം ദൂരത്തേക്ക് വലിച്ചു മാറ്റുന്നു, അത് നമ്മുടെ ജീവിതത്തെ, അൾത്താരയെ പ്രതിസന്ധിയിലാക്കുന്നു. ഒപ്പം അത് നമ്മുടെ കൂടാര ജീവിതത്തെ പ്രതിസന്ധിയിലാക്കും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്, കീപ് ദ ടെന്റ് നിയർ ടു ദി ഓൾട്ടർ ഓഫ് ഗോഡ്. നമ്മുടെ വീടിന്റെ ഉള്ളിൽ അൾത്താരകൾ ഉണ്ടാകണം, അൾത്താരയുടെ അനുഭവങ്ങൾ ഉണ്ടാകണം, അൾത്താരയുടെ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകണം. സോ ഒന്നാമത്തെ ചിന്ത അതാണ്, ടെന്റ് ആസ് ഓൾട്ടർ എക്സ്റ്റൻഷൻ. രണ്ടാമത് എന്താണ് ഈ കൂടാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? കൂടാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെല്ലാം സഞ്ചാരികളാണെന്നാണ്. വി ഓൾ ആർ ട്രാവലേഴ്സ്, സൊജേണേഴ്സ്. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ലൈഫ് ഈസ് എ സൊജേണിങ്. മറന്നു പോകരുത്, ലൈഫ് ഈസ് എ ജേർണി.
നമ്മൾ തീർത്ഥാടനത്തിനൊക്കെ പോകുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനൊന്നും പോണ്ട. നമ്മുടെ ജീവിതം തന്നെ ഒരു വലിയ തീർത്ഥാടനം, ഒരു സഞ്ചാരമാണ്. കാരണം ഈ കൂടാരം സഞ്ചാരികളുടെ പാർപ്പിടമാണ്, അല്ലെ? സഞ്ചരിക്കുന്നവർക്ക് എളുപ്പം. നിങ്ങൾ പട്ടാളത്തിലേക്ക് ഉള്ളവർക്കൊക്കെ അറിയാം, ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ അവർ ദേ ഹാവ് ടു ക്യാരി ദെയർ ടെന്റ്. ഇപ്പൊ അതൊരു ടൂറിസമാണ്, ടെന്റ് ടൂറിസം എന്നൊക്കെ കേട്ടില്ലേ? ഇന്ന് വീട്ടിലൊക്കെ വലിയ വലിയ AC-ക്കകത്തും 5 കോടിയുടെ വീട്ടിനകത്തും ഒക്കെ കിടന്നിട്ട് അങ്ങോട്ട് സുഖം പോരാഞ്ഞിട്ട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്, ഒരു ഡിഫറൻസിന് വേണ്ടിയിട്ട് അങ്ങനെ കാടുകളിലും മലകളിലൊക്കെ പോയി കൂടാരത്തിൽ പാർക്കുന്നു. ടെന്റേറ്റീവ് ആയിട്ടുള്ള ടെൻസിൽ താമസിക്കുന്നവരുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാം സഞ്ചാരികളാണ്. We all are travelers in this world. അതുകൊണ്ട് നമ്മുടെ ഈ പാർപ്പിടങ്ങളൊന്നും വളരെ കോംപ്ലക്സ് ആൻഡ് ഹെവി ആക്കാൻ പാടില്ല. നമ്മുടെ പാർപ്പിടങ്ങള്, അല്ലെ? അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ പാർപ്പിടങ്ങളെ നമ്മൾ സ്നേഹിക്കുമല്ലാതെ, യു കനോട്ട് സിംപ്ലി ഇമ്മൊബൈലാണ് നമ്മുടെ പാർപ്പിടങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ ലൈഫ് എപ്പോഴും മൊബൈലാണെന്ന് മറന്നു പോകരുത്. അപ്പോൾ സഞ്ചാരികളാണ് നമ്മളൊക്കെ. നമ്മൾ ദൈവത്തിൽ നിന്ന് യാത്ര ആരംഭിച്ച് തിരികെ ദൈവത്തിൽ എത്തിച്ചേരേണ്ടതാണ്. സോ സഞ്ചാരം വഴികളെ സൂചിപ്പിക്കുന്നു. പാതകൾ, വഴികൾ നമ്മുടെ ലക്ഷ്യങ്ങളെ സൂചിപ്പിക്കുന്നു. വഴികൾ നമ്മുടെ ആരംഭത്തെയും അവസാനത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ആശയങ്ങളാണ്. ദൈവം, God was always on the move. Wherever Isaac was traveling, God was traveling along with him. ദൈവം ഇസാഹാക്കിനോടൊപ്പം സഞ്ചരിച്ചു, അബ്രഹാമിനോടൊപ്പം സഞ്ചരിച്ചു, യാക്കോബിനോടൊപ്പം സഞ്ചരിച്ചു, ഇസ്രായേൽ മക്കളോടൊപ്പം സഞ്ചരിച്ചു. നമ്മുടെ രക്ഷിതാവായ കർത്താവിനോടൊപ്പം ദൈവം സഞ്ചരിച്ചു. God is always on the move. We need to be constantly move. ഒരു വിശ്വാസി സമൂഹം എന്നുള്ള നിലയിൽ, ദൈവജനം എന്നുള്ള നിലയിൽ നമ്മളൊരു വലിയ യാത്രയിലാണ്. We must be constantly on the way of God. ദൈവത്തിന്റെ വഴിയിലായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ തൊട്ട് പലസ്തീനായി തലങ്ങും വിലങ്ങും നടന്ന മനുഷ്യനാണ്. And in travel, in journey, he extended the kingdom of God. യാത്രയിലാണ് കർത്താവായ യേശുക്രിസ്തു ദൈവരാജ്യത്തെ വളർത്തിയത്, ദൈവരാജ്യത്തിന്റെ വിത്തുകൾ വിതച്ചത്, ദൈവരാജ്യം വളർന്നത്. എന്നാൽ നമ്മുടെ സഭകളുടെ ഒക്കെ ഒരു വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, we are somehow settled. നമ്മളൊക്കെ ഇന്ന് കെട്ടപ്പെട്ടിരിക്കുന്നു. നമ്മളൊന്നും മറ്റുള്ളവരിലേക്ക് ഒഴുകി പോകുന്നില്ല, നമ്മളൊന്നും സഞ്ചരിക്കുന്നില്ല, നമ്മളൊന്നും വഴിയിലല്ല. We have to keep ourselves on the way of God. ദൈവത്തിന്റെ വഴിയിൽ, ദൈവത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന സമൂഹങ്ങളാകണം നമ്മൾ. And we should have destinations. അല്ലെ? നമുക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. അതാണ് സഞ്ചാരത്തെ പ്രേരിപ്പിക്കുന്നത്. ചിലതൊക്കെ ചുമ്മാ ഇങ്ങനെ ഊടാടി സഞ്ചരിക്കുന്നതിനെ കുറിച്ചല്ല, ഇങ്ങനെ അലഞ്ഞു തിരിയുന്നതിനെ കുറിച്ചല്ല ഈ സഞ്ചാരം സൂചിപ്പിക്കുന്നത്. വി ഷുഡ് ഹാവ് ഡെസ്റ്റിനേഷൻസ്. നമുക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകണം, എത്തിച്ചേരേണ്ട ചില ഇടങ്ങൾ ഉണ്ടാകണം. മറന്നു പോകരുത്. നമ്മൾ വെറുതെ സഞ്ചരിക്കാനല്ല, രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ചില മനുഷ്യന്മാരെ കൂട്ടല്ല. അവർ travels should be purpose oriented, goal oriented. അതുകൊണ്ട് ഈ കൂടാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സഞ്ചാരത്തെയാണെങ്കിൽ, സഞ്ചാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വഴിയെ കുറിച്ച്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെയാണ് വഴി, I am the way. ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നത് the religion of the way, വഴിയുടെ മതം, വിശ്വാസം എന്നാ പറയുന്നത്. We have to constantly move to our destinations. അത് മാത്രമല്ല, കൂടാരം സഞ്ചാരത്തെയും വഴിയെയും ലക്ഷ്യത്തെയും സൂചിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ വഴികൾക്ക് ആദ്യവും അന്തവും ഉണ്ട് എന്ന് മറന്നു പോകരുത്. ബിഗിനിങ്സ് ആൻഡ് എൻഡ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് കർത്താവിനെ കുറിച്ച്, I am the Alpha and the Omega. കേൾക്കുന്ന ദൈവജനമേ, നമ്മളൊക്കെ ചിലരൊക്കെ കെട്ടപ്പെട്ടു പോയിരിക്കുന്നു, അല്ലെ? ചിലരൊക്കെ അങ്ങ് ഇരുന്നു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് ആ മകൻ, ഇറങ്ങിപ്പോയ മകൻ പറയാണ്, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെല്ലും. I will travel back. ഞാൻ തിരിച്ചു പോവും, ഞാൻ സഞ്ചാരിയാവും. ചില സമയങ്ങളിൽ നമ്മുടെ സഞ്ചാരം we have to go back. പശ്ചാത്താപം എന്നൊക്കെ പറയുന്നത് അതാണ്. ചില സമയങ്ങളിൽ നമുക്ക് തിരിച്ചു നടക്കാൻ പറ്റണം.
മുൻപോട്ട് മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ പുറകിലായിരിക്കും. Then you have to travel back. We have to go back. നമ്മൾ വീണുപോയ ഇടങ്ങളിൽ, അകന്നുപോയ ഇടങ്ങളിൽ നിന്ന് മറുതലിച്ചു പോയ വഴികളിൽ തിരികെ ചെന്ന് we have to travel back. പുതിയ സഞ്ചാരങ്ങൾ തുടങ്ങണം അപ്പനോടുകൂടെ. പുതിയ സഞ്ചാരങ്ങൾ തുടങ്ങണം അപ്പനോടുകൂടെ. അവന്റെ ഭവനത്തിൽ, സ്വന്തമായ ഭവനത്തിൽ പുതിയ യാത്രകൾ ആരംഭിക്കണം. കർത്താവായ യേശുക്രിസ്തു മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 42-ാം വാക്യത്തിൽ ശിഷ്യന്മാരോട് പറയുന്നത്, എഴുന്നേൽപ്പീൻ, നാം പോകാം. Rise up, let us go. A going church, a moving church, a traveling church. സഭ സഞ്ചരിക്കണം. സഭ ഹൈടെക് സിറ്റിയിലും സഞ്ചരിക്കണം, അതിനപ്പുറത്തും സഞ്ചരിക്കണം. അങ്ങനെ സഭ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെയൊക്കെ ഭവനങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീടുകളൊന്നും തടവറകളാകാൻ പാടില്ല. നമ്മുടെ വീടുകൾ തടവറകളാക്കരുത്. നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെ ചിലരെയൊക്കെ തടഞ്ഞു വെക്കും, ഇംപ്രസൺ ചെയ്യും. നമ്മുടെ വീട് എന്തിനാണ്? ഈ പുറം ലോകത്തെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാ വീടുകൾ, അല്ലെ? തടവറകളെ നമ്മളെ തടഞ്ഞു വെക്കുന്ന, നമ്മളെ അടിമത്വത്തിലാക്കുന്ന, നമ്മളെ ഇംപ്രസൺ ചെയ്യുന്ന ചില വീടുകളുണ്ട്. തടവറ എന്ന് പറഞ്ഞാൽ തടയുന്ന അറയാണല്ലേ, തടയുന്ന അറ. പുറത്തേക്ക് പോകാൻ തടയുന്ന, പുറം ലോകവുമായിട്ടുള്ള ബന്ധങ്ങളെ തടയുന്ന അറകൾ. മറന്നു പോകരുത്. നമ്മളൊക്കെ മറ്റുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, മറ്റുള്ളവരുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ജീവിക്കേണ്ടവരാ. ടെന്റ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്, അല്ലെ? വലിയ പൂട്ടലും താഴുകളും ഗ്രില്ലും ഒന്നും ടെന്റിന് പറ്റത്തില്ല. പറ്റുമോ? ഇന്നിപ്പോ നിങ്ങളുടെയൊക്കെ വീട്ടിലൊന്ന് വരണമെങ്കിൽ, അല്ലെ, നിങ്ങൾ എനിക്ക് ലിങ്ക് അയക്കണം, പിന്നെ സെക്യൂരിറ്റിക്ക് കൊടുക്കണം, അവര് പിന്നെ അക്സെപ്റ്റ് ചെയ്യണം, പിന്നെ ഒരു മുറി ഡിജിറ്റൽ ലോക്ക്, പിന്നെ ആ മുറി പിന്നെ ലിഫ്റ്റില് ലോക്ക്, ആകെ ലോക്കാ, മൊത്തത്തിൽ ലോക്ക്ഡാ നമ്മള്, അല്ലയോ? നമ്മുടെയൊക്കെ വീട്ടില് നമ്മൾ ലോക്ക്ഡാ. ഭർത്താക്കന്മാരുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഭാര്യമാരുടെ കാര്യം. ചില ഭർത്താക്കന്മാര് ഭാര്യമാരെ ലോക്ക് ചെയ്യും, ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ ലോക്ക് ചെയ്യും, അപ്പനും അമ്മയും കൂടെ ചേർന്ന് പിള്ളേരെ ലോക്ക് ചെയ്യും. ഒടുക്കം അവര് നമ്മളെ മൊത്തത്തിൽ ലോക്ക് ചെയ്യും. നമ്മുടെ വീടുകള് യാത്രകൾക്കുള്ളതാണ്. നല്ല വീടുണ്ടെന്ന് വിചാരിച്ച് അതിനകത്ത് കയറി നല്ല മെത്തയാണ്, ഡൻലപ്പിന്റെ, പെപ്സിന്റെ നല്ല താഴെ കിടന്ന മേള് ജമ്പ് ചെയ്യുന്ന മെത്ത എന്നും പറഞ്ഞിട്ട് 24 മണിക്കൂർ അതേ കയറി കിടക്കാൻ പറ്റുമോ? നല്ല എന്താ പറയുന്ന ഹൈടെക് കസേര, അല്ലെ? താഴെ ഇരുന്നുകൊണ്ട് കാലയിൽ താഴെ അടിച്ചാൽ ഇങ്ങനെ താഴേന്ന് പൊങ്ങി വരും, ഇപ്പുറത്തെ കയ്യിലടിച്ചാൽ നമ്മുടെ അത് പുഷ് ബാക്ക് ആവും. എന്തൊരു സൗകര്യമാണെന്നറിയോ? അതൊക്കെ ഇരുന്നാൽ നമ്മൾ TV ഒക്കെ കാണുന്നു. നമ്മളെ സെറ്റിൽ ചെയ്യിച്ചില്ലേ, വല്ലാതെ സെറ്റിൽ ചെയ്യിച്ചാണ്. മറന്നു പോകരുത്, ജീവിക്കേണ്ടത് വെളിയിലാണ്, പുറത്താണ്. യാത്ര ചെയ്യണം. രണ്ടാമത്തെ ചിന്ത കൂടാരവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് കൂടാരം നമ്മുടെ ഷോൾഡറില്ല. വി ക്യാരി അവർ ടെന്റ് വിത്ത് അസ്, അല്ലെ? കൂടാരം ഈ സഞ്ചരിക്കുന്നവരോടൊപ്പം സഞ്ചരിക്കും. നമ്മൾ പോകുന്ന ഇടങ്ങളിലൊക്കെ ഇന്ന് പുതിയൊരു മൈഗ്രേഷന്റെ കാലഘട്ടത്തിലാണ്. നമ്മുടെയൊക്കെ മക്കളൊക്കെ പോയി പല സ്ഥലങ്ങൾ, അമേരിക്ക പോയവരുണ്ട്, കാനഡയിൽ പോയവരുണ്ട്, ഇപ്പൊ യൂറോപ്പിൽ പോകുന്നു. അവിടെ ഇവിടങ്ങളിലൊക്കെ പോയിട്ട് they were carrying their tents and they made their tents there. നമ്മുടെ പ്രവാസത്തെ ഓർമ്മിപ്പിക്കുന്നു, നമ്മളൊക്കെ സഞ്ചാരത്തെ ഓർമ്മിപ്പിക്കുന്നു, നമ്മളൊക്കെ പരദേശവാസികളാണെന്നുള്ള യാഥാർത്ഥ്യത്തെ ഓർമ്മിപ്പിക്കുന്നു ഈ കൂടാരം എന്ന ചിന്ത. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇസഹാക്കിന്റെ കൂടാരം അത്ര ലളിതമല്ല. He was not building a simple tent. ഇസഹാക്കിന്റെ കൂടാരം നമ്മളോട് 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ആഴ്ച ചിന്തിക്കുന്നു. ഒന്നാമത്തെ കാര്യം, അത് നമ്മളുടെ കൂടാരങ്ങൾ അൾത്താരയുടെ തുടർച്ചയാണെന്നാണ്. 2, നമ്മളോട് പറഞ്ഞത് നമ്മളൊക്കെ സഞ്ചാരികളാണെന്നാണ്. യാത്ര മറക്കരുത്. ക്രിസ്തുവിനോടൊപ്പം, സഭയോടൊപ്പം, വിശ്വാസത്തോടൊപ്പം, ദൈവത്തോടൊപ്പമുള്ള നമ്മുടെ ലക്ഷ്യങ്ങൾ മറന്നു പോകരുത്. ചില സമയങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും നമുക്ക് വഴിതെറ്റിപ്പോയോ, ഞാൻ പന്നികളുടെ ഇടയിൽ അകപ്പെട്ടു പോയോ, വഴിമാറിപ്പോയോ എന്നൊന്ന് തിരിഞ്ഞു നോക്കണം. അങ്ങനെ തിരിച്ച് യാത്ര ചെയ്യണം. തെറ്റിപ്പോയ ഇടത്തേക്ക് മടങ്ങി വന്ന് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനായിട്ട് സാധിക്കണം. വിശ്വാസം അതിനുള്ളതാണ്, ജീവിതം അതിനുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ
ഈ വചനങ്ങൾ, ഈ ചിന്തകൾ, ഈ കൂടാര ചിന്തകൾ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, കരുതുന്ന ദൈവമേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളെ ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദിയോടുകൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമേ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞങ്ങൾ യാഗപീഠത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കി. യാഗപീഠത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടത്, യാഗപീഠത്തിങ്കിൽ വരുമ്പോൾ ഞങ്ങൾ പാലിക്കേണ്ട കടമകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിച്ചു. കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തോട് ഇടപെട്ടതോർത്ത് നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് അൾത്താരയുടെ കർത്താവെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങൾ അൾത്താരയോടൊപ്പമായി തീരുവാൻ തക്കവണ്ണം, കർത്താവെ അൾത്താരയുടെ അടുത്ത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ പാർക്കുവാൻ തക്കവണ്ണം, കർത്താവെ ഞങ്ങളുടെ സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ തക്കവണ്ണം, പരസ്പരമുള്ള ഞങ്ങളുടെ ബന്ധങ്ങൾ, പരസ്പരമുള്ള ഞങ്ങളുടെ കരുതലുകളൊക്കെ ഒന്നുകൂടെ ഒന്ന് കർത്താവെ ഊട്ടിയുറപ്പിക്കുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങളൊക്കെ സഞ്ചാരികളാണെന്ന് ഞങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ വഴിയാത്രകളിൽ കർത്താവെ ഒരു ലക്ഷ്യമുണ്ടാകുവാൻ തക്കവണ്ണം, ആ ലക്ഷ്യം നിറവേറ്റപ്പെടുവാൻ കർത്താവെ ഞങ്ങൾ ദൈവത്തോടുകൂടെ സഞ്ചരിക്കുവാൻ, ഞങ്ങളുടെ കൂടെയുള്ളവരോടുകൂടെ സഞ്ചരിക്കുവാൻ, ഞങ്ങളുടെ ചുറ്റുപാടുകളോടുകൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം, ആവശ്യത്തിലിരിക്കുന്നവരോടുകൂടെ സഞ്ചരിക്കുവാൻ, ദുഃഖത്തിലിരിക്കുന്നവരോടുകൂടെ സഞ്ചരിക്കുവാൻ, രോഗികളായി കഷ്ടപ്പെടുന്നവരോടുകൂടിയൊക്കെ സഞ്ചരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് അവിടുന്ന് നൽകിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എവിടെയായിരുന്നാലും കർത്താവെ അവിടെയൊക്കെ കർത്താവെ ദൈവത്തോട് കൂടെയുള്ള ജീവിതമായി ഞങ്ങൾ രൂപാന്തരപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവിടുന്ന് ഞങ്ങളോട് കൂടെയുള്ളത് കൊണ്ട്, കർത്താവെ നീ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, നീ ഞങ്ങളെ അവിടുന്ന് കൈപിടിച്ച് നടത്തുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനും കുറവില്ല എന്ന് സാക്ഷീകരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പഠിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ചുറ്റുപാടുകൾക്കൊക്കെ പ്രയോജനകരമായി തീരുവാൻ തക്കവണ്ണം അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവെ വ്യക്തിപരമായിട്ട്, കുടുംബങ്ങളായിട്ട് നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്ന നാഥ, എല്ലാവരെയും നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം ആവശ്യങ്ങളെ നീ അവിടുന്ന് അറിയണമേ കർത്താവെ, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾക്ക് അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ കർത്താവെ, രോഗികൾക്ക് അവിടുന്ന് വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ അവരെ എല്ലാവരെയും നടത്തി പരിപാലിച്ചു കൊള്ളണമേ കർത്താവെ. ദൈവമേ, ഏത് പ്രയാസത്തോടുകൂടെ കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാലും ദൈവമേ, ആ കെട്ടുപാടുകളെ എല്ലാം അഴിച്ച് എല്ലാ പ്രയാസങ്ങളും ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോയി ആത്മാവിൽ ഞങ്ങൾ ബലപ്പെട്ട് ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ശക്തീകരിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് പൗലോസ് പഠിപ്പിച്ചതുപോലെ എൻ്റെ കൃപ നിനക്ക് മതി. കർത്താവെ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുവാൻ ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏത് ചലഞ്ചസിനെയും അതിജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വരുവാൻ സാധിക്കാതെ പോയ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ പരിപാലിക്കണമേ കർത്താവെ. ഞായറാഴ്ചത്തെ ഞങ്ങളുടെ ആരാധനയെ അവിടുത്തെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അൾത്താരയുടെ അനുഭവം ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അൾത്താരയോട് ചേർന്ന് വന്ന് ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവെ, ആരാധനയുടെ സന്തോഷം, സമാധാനം, സ്നേഹം ഞങ്ങൾ പരസ്പരം പങ്കിടുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധനകളിലെല്ലാം ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് വിമൻസ് ഫെലോഷിപ്പ് നടത്തി വരുന്ന കർത്താവെ, സെയിലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, അച്ഛൻ ഓർപ്പിച്ചതുപോലെ കർത്താവെ, പൈസ കൂട്ടുന്നതിലല്ല കർത്താവെ ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്തു തന്നെയായിരുന്നാലും ഞങ്ങൾ പരസ്പരമുള്ള സ്നേഹവും കർത്താവെ, ഞങ്ങൾ പരസ്പരമുള്ള അടുപ്പവും കർത്താവെ, ദൈവമേ, മുറിഞ്ഞു പോകാതെ പരസ്പരം വിളക്കി ചേർത്തുകൊണ്ട് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് കൈ ചേർത്ത് കർത്താവെ, കൈയോട് കൈ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നിന്ന് ഞങ്ങൾ എല്ലാ സംരംഭത്തിലും കർത്താവെ ആയിത്തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ ശക്തിപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. ദൈവകൃപയിൽ ഞങ്ങൾ എല്ലാവരെയും കാക്കണമേ കർത്താവെ. ദൈവമേ, കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും അവിടുന്ന് തക്ക സമയത്ത് നീ ആരാധനയിൽ കൂട്ടിവരുത്തണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ഈ നല്ല സമയത്തിനായി സ്തോത്രം കർത്താവെ. തമ്മിൽ കാണുന്നത് വരെയും തിരിച്ചറിയുടെ മറവിൽ ഞങ്ങൾ എല്ലാവരെയും കാത്ത് പരിപാലിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ, അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
തിരുനാമശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിശ്വസ്തൃകത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കരുണ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേക്കുള്ളതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും പ്രിയമുള്ളവരെ നാം എല്ലാവരോടുകൂടെയും നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളോടുകൂടെ സഭയുടെ ആവശ്യങ്ങളോടുകൂടെ ഇന്നുമല്ല ഇപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്തവര് പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് പാട്ടുപാടി അൻപിൻ, ബൈബിള് വായിച്ച പ്രതിഭ ആൻറ്റി, പ്രാർത്ഥിച്ച സുഷാൻറ്റിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിമൻസ് ഫെലോഷിപ്പിന്റെ സെയില് ഈ സൺഡേ ആണ്. എല്ലാവരും അതിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കണം. അത് സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങി അവരുടെ സംരംഭത്തെ വിജയിപ്പിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ വയനാടിന് വേണ്ടിയിട്ടുള്ള കരുതൽ, അതിൻ്റെ ഫണ്ട് നമ്മൾ അക്കൗണ്ടിൽ റിസീവ് ചെയ്യുന്നുണ്ട്. അത് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ഞായറാഴ്ച പള്ളിയിൽ അത് റിജിത്തിനെ ഏൽപ്പിക്കാവുന്നതാണ്. നമ്മൾ ഈ സൺഡേ അത് ക്ലോസ് ചെയ്യുകയാണ്. അത് നമ്മൾ ഇന്ന് ഈ സൺഡേ കളക്ട് ചെയ്യുന്നത് കിട്ടുന്നത് നമ്മളത് ഫൈനലൈസ് ചെയ്ത് തിങ്കളാഴ്ച നമ്മളത് ഡയസിസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അവരുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ആണ്. വീടുകൾ ഉള്ള വീടുകൾ വെക്കുന്നതിനും അതോടൊപ്പം തന്നെ വീടുകളിലേക്കുള്ള ഫർണിച്ചറുകൾ വാങ്ങിക്കുന്നതിനും അങ്ങനെയുള്ള പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഡയസിസ് ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നത്. മലബാർ മഹായിടയുമായിട്ട് ചേർന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഈ സൺഡേ ടൈറ്റ് സൺഡേ ആണ്. ഒരുപാട് കളക്ഷനെ കുറിച്ച് പറയുന്നതിൽ എനിക്കും പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളോടൊന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു അനുഗ്രഹപ്രദമായ വീക്കെൻഡ് ആശംസിക്കുന്നു. നമുക്ക് ഞായറാഴ്ച ദൈവം അനുവദിക്കുന്നെങ്കിൽ കാണാം. അതുവരെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ പറയാം. ഇഫ് യു ഹാവ് എനി പ്രെയർ റിക്വസ്റ്റുകളൊക്കെ ഉള്ളവർ നേരത്തെ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. നമ്മുടെ കൂട്ടായ്മയിൽ പറയണം എന്ന് ആഗ്രഹിക്കുന്നവർ ചിലർ എന്നോട് വ്യക്തിപരമായി പറയുന്നുണ്ട്. ബട്ട് നമ്മളത് പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. സോ ദാറ്റ് ക്യാൻ ഓൾസോ ബി ഡൺ. നോ ഇഷ്യൂ. താങ്ക് യു. Thank you. Thank you, Acha. Thank you. Thank you, Acha. Thank you, sir. Thank you. Thank you. Thank you. Thank you, Acha. Thank you.